ഇന്ന് വിജയ ഏകാദശി വെള്ളിയാഴ്ച മൂല നക്ഷത്രത്തോടൊപ്പം വന്ന ഒരു അത്ഭുതകരമായ ദിവസമാണ്. ഇന്ന് ഒന്നും ചെയ്തില്ലെങ്കിലും രാത്രി 12-ന് മുമ്പ് ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങളുടെ ദശ മാറും. വേണ്ടെന്ന് പറഞ്ഞാലും ധനം വന്നു ചേരും, പാപങ്ങളെല്ലാം നശിക്കും, മഹാപുണ്യം ലഭിക്കും, നിങ്ങൾക്ക് എല്ലാ ശുഭങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കളെ, വലിയ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കഥ കേൾക്കാൻ കഴിയൂ. അതിനാൽ ശ്രദ്ധയോടെ ഈ കഥ കേൾക്കുക. പലരും സ്കിപ്പ് ചെയ്ത് അവിടെ കുറച്ചും ഇവിടെ കുറച്ചും കേൾക്കും. അങ്ങനെ കുറച്ചു കേട്ടാൽ പുണ്യം ലഭിക്കില്ല. അതിനാൽ അവസാനം വരെ ഈ കഥ കേൾക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണ പുണ്യഫലം ലഭിക്കൂ. കഥ കേൾക്കുന്നതിന് മുമ്പ് ഓം ലക്ഷ്മി നാരായണായ നമോ എന്ന ഒരു കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വിശാലപുരി എന്ന രാജ്യം വിക്രമസേനൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനും ദൈവഭക്തനുമായിരുന്നു. ഓരോ ഏകാദശിക്കും അദ്ദേഹം വളരെ നിഷ്ഠയോടെ ഉപവാസമനുഷ്ഠിച്ചു പൂജകൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ധനപാലൻ എന്ന ഒരു മഹാധനികൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പണത്തോടുള്ള ആസക്തി ദൈവത്തോടുണ്ടായിരുന്നില്ല. എന്നാൽ സമൂഹത്തിൽ ബഹുമാനത്തിനും രാജാവിന്റെ പ്രീതിക്കും വേണ്ടി അദ്ദേഹം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതായി അഭിനയിച്ചിരുന്നു. പകൽ ഉപവാസമനുഷ്ഠിക്കുന്നതായി നടിക്കുകയും രാത്രി രഹസ്യമായി രുചികരമായ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അതേ നഗരത്തിൽ ദീനൻ എന്ന ഒരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദിവസവും വയറുനിറയെ ഭക്ഷണം ലഭിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. എന്നിട്ടും ആ ദീനൻ ഒരിക്കലും ഭഗവാനെ നിന്ദിച്ചില്ല. തന്റെ കഷ്ടപ്പാടുകൾക്ക് തന്റെ പൂർവ്വജന്മ കർമ്മഫലമാണ് കാരണമെന്ന് വിശ്വസിച്ച് ലഭിക്കുന്നത് കഴിച്ച് ലഭിക്കാത്തപ്പോൾ പട്ടിണി കിടന്ന് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ഏകാദശി വന്നു. ആ ദിവസം നോമ്പ് നോക്കുന്നതിന് പ്രത്യേക ഫലമുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. വൈകുണ്ഠത്തിൽ ലക്ഷ്മിദേവി ശ്രീമന്നാരായണനോട് ചോദിച്ചു, സ്വാമി, ഭൂമിയിൽ അനേകം പേർ അങ്ങേ പൂജിക്കുന്നുണ്ട്, ഏകാദശി വ്രതമെടുക്കുന്നുണ്ട്. എന്നാൽ അവരിൽ ആരുടെ ഭക്തിയാണ് യഥാർത്ഥമായത്? വെറും വയറൊഴിഞ്ഞാൽ മാത്രം മതിയോ? മനസ്സും നിർമ്മലമായിരിക്കേണ്ടേ? അപ്പോൾ നാരായണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, നിന്റെ സംശയം ശരിയാണ്. യഥാർത്ഥ ഭക്തിയും ഉപവാസത്തിന്റെ യഥാർത്ഥ സത്യവും ലോകത്തിന് വെളിപ്പെടുത്താൻ നമുക്കൊരു ലീല നടത്താം. വിശാലപുരി രാജ്യത്തുള്ള ആ 3 പേരെ നമുക്ക് ആ ദിവസം പരീക്ഷിക്കാം. അടുത്ത നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചു. ഏകാദശി ദിവസം രാവിലെ രാജാവ് വിക്രമസേനൻ ഉണർന്നു നോക്കിയപ്പോൾ താൻ രാജകൊട്ടാരത്തിലെ പട്ടുമെത്തകളിൽ അല്ല, ഒരു ക്ഷേത്രത്തിന് പുറത്ത് കീറിയ വസ്ത്രങ്ങളോടെ ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിലാണ്. അതവനെ അത്ഭുതപ്പെടുത്തി. അവന്റെ ശരീരം, അവന്റെ ശബ്ദം എല്ലാം മാറിയിരുന്നു. താൻ ദീനൻ എന്ന ഒരു ഭിക്ഷക്കാരനായി മാറിയെന്ന് അവൻ മനസ്സിലാക്കി. അതേസമയം ധനികനായ ധനപാലൻ ഉണർന്നു നോക്കിയപ്പോൾ താൻ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ അലങ്കാരങ്ങളോടെ രാജാവ് വിക്രമസേനന്റെ രൂപത്തിലാണ്. സൈനികരും മന്ത്രിമാരും അവനു ചുറ്റും കൂടി സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അവന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഭിക്ഷക്കാരൻ ദീനൻ കണ്ണു തുറന്നപ്പോൾ താൻ ഒരു വലിയ കൊട്ടാരത്തിൽ പട്ടുവിരിപ്പുകളിൽ ധനികനായ ധനപാലന്റെ രൂപത്തിൽ കിടക്കുകയായിരുന്നു. സേവകർ കൈകൾ കെട്ടി നിന്നിരുന്നു. 3 പേരും അമ്പരന്നുപോയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. രാജാവിന്റെ രൂപത്തിലുണ്ടായിരുന്ന ധനപാലൻ തനിക്ക് ലഭിച്ച അധികാരം കണ്ട് സന്തോഷിച്ചു. ആഹാ, എന്റെ ഭാഗ്യം തെളിഞ്ഞു. ഇനി ഈ ദിവസം മുതൽ എനിക്ക് ഉത്സവമാണ് എന്ന് അവൻ കരുതി. ഉടൻ തന്നെ പാചകക്കാരെ വിളിച്ച് ഇന്ന് എനിക്ക് അതിശയകരമായ ഭക്ഷണം തയ്യാറാക്കുക, എന്റെ ജീവിതത്തിൽ ഒരിക്കലും കഴിക്കാത്ത വിഭവങ്ങൾ വേണം എന്ന് ആജ്ഞാപിച്ചു. പ്രധാനമന്ത്രി ആശ്ചര്യപ്പെട്ട മഹാരാജാ, ക്ഷമിക്കണം, ഇന്ന് വിശുദ്ധമായ ഏകാദശിയില്ലേ? അങ്ങ് എല്ലാ തവണയും വളരെ നിഷ്ഠയോടെ ഉപവാസം അനുഷ്ഠിക്കാറില്ലേ എന്ന് ഓർമ്മിപ്പിച്ചു. അതിന് ആ രാജാവിന്റെ രൂപത്തിലുണ്ടായിരുന്ന ധനപാലൻ അഹങ്കാരത്തോടെ, ഞാൻ രാജാവാണ്, നിയമങ്ങളെല്ലാം എനിക്ക് വേണ്ടിയാണ്. ഇന്നു മുതൽ ഞാൻ ഒരു ഉപവാസവും അനുഷ്ഠിക്കില്ല, ഞാൻ പറഞ്ഞത് ചെയ്യുക എന്ന് ശകാരിച്ചു. ആ വാക്കുകൾ കേട്ട് മന്ത്രിമാർ നിരാശയോടെ മടങ്ങിപ്പോയി. ധനികന്റെ രൂപത്തിലുണ്ടായിരുന്ന ഭിക്ഷക്കാരൻ ദീനൻ തന്റെ ചുറ്റുമുള്ള സമ്പത്തും കഴിക്കാൻ തയ്യാറായിരുന്ന പലഹാരങ്ങളും കണ്ട് ആശ്ചര്യപ്പെട്ടു. അവന്റെ വയർ വിശപ്പുകൊണ്ട് കരയുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഭക്ഷണം കൺമുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അവൻ ഉടൻ തന്നെ അന്ന് ഏകാദശിയാണെന്ന് ഓർമ്മ വന്നു. അയ്യോ ഭഗവാനെ, എന്നെ പരീക്ഷിക്കുകയാണോ? എന്റെ ജീവിതകാലം മുഴുവൻ വിശന്നിരുന്നിട്ടും എനിക്ക് ഇന്ന് ഇത്രയും വിഭവങ്ങൾ കാണിച്ചു തരുന്നു. പക്ഷേ ഇത് അധർമ്മമാണ്. ഏകാദശി നാളിൽ ഉപവാസം അനുഷ്ഠിക്കുക എന്നതാണ് എന്റെ ധർമ്മം എന്ന് മനസ്സിൽ കരുതി ഉടൻ തന്നെ സേവകരെ വിളിച്ച് ഈ കൊട്ടാരത്തിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും പാവപ്പെട്ടവർക്കും ഭിക്ഷക്കാർക്കും വിതരണം ചെയ്യുക. ഇന്ന് ഞാൻ തുളസി തീർത്ഥം മാത്രമേ കുടിക്കൂ എന്ന് പറഞ്ഞ്
ആ വാക്കുകൾ കേട്ട് സേവകർ അത്ഭുതപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചു. എല്ലാ ദിവസവും രഹസ്യമായി ഭക്ഷണം കഴിച്ചിരുന്ന തങ്ങളുടെ യജമാനനിൽ വന്ന ഈ മാറ്റം അവരെ അമ്പരപ്പിച്ചു. ദരിദ്രൻ ആ ദിവസം മുഴുവൻ ശ്രീമന്നാരായണനെ ധ്യാനിച്ച് ശാന്തമായി കഴിച്ചുകൂട്ടി. എന്നാൽ ഭിക്ഷക്കാരന്റെ രൂപത്തിലായിരുന്ന യഥാർത്ഥ രാജാവായ വിക്രംസേനന്റെ അവസ്ഥ ദയനീയമായി മാറി. യഥാർത്ഥ വിശപ്പ് എന്താണെന്ന് അയാൾക്ക് ആദ്യമായി മനസ്സിലായി. തണുപ്പിൽ വിറച്ച് വിശപ്പ് സഹിക്കാനാവാതെ തളർന്നുപോയി. വഴിയിൽ പോകുന്ന ഓരോരുത്തരോടും കൈനീട്ടി ചോദിച്ചു. പക്ഷേ ആരും അയാളെ ശ്രദ്ധിച്ചില്ല. ചിലർ തുപ്പി, മറ്റു ചിലർ ശകാരിച്ചു. എല്ലാ ദിവസവും തന്നെ കണ്ട് വണങ്ങിയിരുന്ന ആളുകൾ ഇന്ന് തന്നെ നിസ്സാരനായി കാണുന്നത് കണ്ടപ്പോൾ അവന്റെ അഹങ്കാരവും അഹന്തയും പൂർണ്ണമായും തകർന്നുപോയി. ദൈവമേ, ഞാൻ ഒരു രാജാവായി വളരെ ഭക്തിയോടെ പൂജകൾ ചെയ്തു, പക്ഷേ ഒരു പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വേദന ഒരിക്കലും മനസ്സിലാക്കിയില്ല. എന്നോട് ക്ഷമിക്കൂ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശപ്പ് കാരണം അവൻ ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അറിയാതെ അവൻ യഥാർത്ഥ ഉപവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. വൈകുന്നേരം ആയപ്പോൾ രാജാവിന്റെ രൂപത്തിലുള്ള ധനപാലൻ വയറുനിറയെ കഴിച്ച് കഠിനമായ വയറുവേദനയോടെ പുളയാൻ തുടങ്ങി. എത്ര ഡോക്ടർമാർ വന്നിട്ടും അവന്റെ വേദന കുറഞ്ഞില്ല. ധനികന്റെ രൂപത്തിലുള്ള ദീനൻ തന്റെ ഉപവാസം പൂർത്തിയാക്കി ദ്വാദശി മുഹൂർത്തങ്ങൾക്കായി കാത്തിരുന്ന് വളരെ ശാന്തനായി ഇരുന്നു. ഭിക്ഷക്കാരന്റെ രൂപത്തിലുള്ള രാജാവ് വിശപ്പ് കാരണം തളർന്ന് ഒരു മരച്ചുവട്ടിൽ വീണുപോയി. അപ്പോൾ ദയുള്ള ഒരാൾ ഒരു പഴം അവന്റെ കയ്യിൽ വെച്ചുപോയി. രാജാവ് ആ പഴം കഴിച്ച് തന്റെ ജീവൻ രക്ഷിക്കാമെന്ന് കരുതി. കൃത്യം അതേ സമയം ഒരു ചെറിയ കുട്ടി വിശന്ന് കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ രാജാവിന് തന്റെ സ്വന്തം കുട്ടികളെ ഓർമ്മ വന്നു. തന്റെ വിശപ്പ് മാറ്റിവെച്ച് ആ പഴം ആ കുട്ടിക്ക് കൊടുത്തു. ആ ത്യാഗം ചെയ്തപ്പോൾ അവന്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും സമാധാനവും ഉണ്ടായി. ദ്വാദശി രാവിലെ മുഹൂർത്തങ്ങൾ പ്രവേശിച്ചപ്പോൾ ശ്രീമന്നാരായണൻ ലക്ഷ്മീദേവിയോടൊപ്പം ആ 3 പേർക്കും ഒരേ സമയം ദിവ്യരൂപത്തിൽ ദർശനം നൽകി. ആ തേജസ് കണ്ടപ്പോൾ അവർ 3 പേരും യഥാർത്ഥ കാര്യം മനസ്സിലാക്കി. സ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യരെ, ഏകാദശി വ്രതം എന്നാൽ വെറും വയറൊഴിയുക എന്നതല്ല. അത് ഇന്ദ്രിയ നിയന്ത്രണത്തിനും മാനസിക ശുദ്ധിക്കും ജീവകാരുണ്യത്തിനും വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. ധനപാല, നിനക്ക് രാജാധികാരം ലഭിച്ചിട്ടും നിനക്ക് നാവിന്റെ ആസക്തിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിന്റേത് കള്ള ഉപവാസമാണ്. ദീനനായ നിനക്ക് സകല സമ്പത്തുകളും ലഭിച്ചിട്ടും നീ ധർമ്മം ഉപേക്ഷിച്ചില്ല. വിശന്നിരുന്ന് നിന്റെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു. നിന്റേതാണ് യഥാർത്ഥ ഉപവാസം. വിക്രമസേന, നീ ഭക്തിയോടെയാണ് വ്രതം അനുഷ്ഠിച്ചത്. പക്ഷേ അതിൽ ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു സാധാരണക്കാരന്റെ കഷ്ടപ്പാടും വിശപ്പും നിനക്ക് മനസ്സിലായി. അവസാന നിമിഷം നിന്റെ വിശപ്പിനേക്കാൾ കുട്ടിയുടെ വിശപ്പിനാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ നിന്റെ വ്രതം പൂർണ്ണമായി എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത നിമിഷം 3 പേരും തങ്ങളുടെ യഥാർത്ഥ ശരീരങ്ങളിലേക്ക് മാറി. അപ്പോൾ രാജാവ് വിക്രമസേനൻ പശ്ചാത്താപത്തോടെ ഭഗവാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അന്നുമുതൽ അദ്ദേഹം കൂടുതൽ വിനയത്തോടെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്ന ഒരു മഹാനായ രാജാവായി മാറി. ധനപാലൻ നാണത്തോടെ തലകുനിച്ച് തന്റെ സ്വത്തിന്റെ പകുതി ദാനം ചെയ്ത് യഥാർത്ഥ ഭക്തിമാർഗം തിരഞ്ഞെടുത്തു. ദൈവം ദീനുവിന്റെ ഭക്തിയിൽ സന്തോഷിച്ച് രാജാവിനെ കൊണ്ട് അവനൊരു വീടും ക്ഷേത്രത്തിൽ ഒരു ജോലിയും നൽകി. പക്ഷേ ദീനു തന്റെ പഴയ ജീവിതവും അത് പഠിപ്പിച്ച് പാഠവും ഒരിക്കലും മറന്നില്ല. ഈ കഥയിലൂടെ ഏകാദശിയുടെ മഹത്വം വ്യക്തമാകുന്നു. ഉപവാസം ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ആത്മാവിനും ഒരു വലിയ സാധനയാണ്. നിസ്വാർത്ഥ സേവനം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്നിവയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്രതത്തിനും യഥാർത്ഥ ഫലം ലഭിക്കൂ എന്ന് ശ്രീ ലക്ഷ്മീനാരായണന്മാർ ഈ ലീലയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി. അതുപോലെ ഇന്ന് വിജയ ഏകാദശിയെക്കുറിച്ച് കൃഷ്ണൻ എന്ത് പറഞ്ഞുവെന്ന് പറയുന്ന ഈ പുരാണ കഥ കേട്ടാൽ മാത്രം മതി. എല്ലാ പാപങ്ങളും നശിക്കുകയും വലിയ പുണ്യം ലഭിക്കുകയും ചെയ്യും. ഒരിക്കൽ ധർമ്മരാജാവ് ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, മാഘമാസത്തിലെ ബഹുളപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ്? അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തരണം എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ ഇങ്ങനെ വിശദീകരിച്ചു, രാജാവേ, മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേര് വിജയ ഏകാദശി എന്നാണ്. വിജയ ഏകാദശി എന്ന് അറിയപ്പെടുന്ന ഈ ഏകാദശിയെക്കുറിച്ച് ഞാൻ നിനക്ക് സന്തോഷത്തോടെ വിശദീകരിച്ചു തരാം. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും ഒറ്റയടിക്ക് നശിച്ചുപോകും. ഈ ഏകാദശിയെക്കുറിച്ച് ഒരിക്കൽ ബ്രഹ്മാവ്
നാരദനോട് പറഞ്ഞു എന്ന് ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. ഒരിക്കൽ നാരദൻ ബ്രഹ്മാവിനെ സമീപിച്ച് ചോദിച്ചു, ഓ ദേവതാശ്രേഷ്ഠ, മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന വിജയ ഏകാദശി അനുഷ്ഠിക്കുന്നയാൾക്ക് ലഭിക്കുന്ന ഫലം എനിക്ക് വിശദീകരിച്ചു തരണം എന്ന് വിനയപൂർവം ചോദിച്ചു. അത് കേട്ട ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു, പുത്ര, ഈ പുരാതന വൃത്താന്തം അത്യന്തം പവിത്രമാണ്. സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. പേരിന് അനുയോജ്യമായി ഇത് യഥാർത്ഥത്തിൽ വലിയ ഫലങ്ങൾ നൽകുന്നു. ഈ വിജയ ഏകാദശി മനുഷ്യന് നിസ്സംശയമായും വിജയം നൽകുന്നു. മുൻപ് പിതാവിന്റെ ആജ്ഞ നിറവേറ്റാൻ ശ്രീരാമചന്ദ്രൻ തന്റെ ഭാര്യ സീതയോടും സഹോദരൻ ലക്ഷ്മണനോടും കൂടി 14 വർഷം വനവാസത്തിന് പോയപ്പോൾ ഗോദാവരി തീരത്തുള്ള പഞ്ചവടി എന്ന മനോഹരമായ വന പ്രദേശത്ത് കുറച്ചുകാലം താമസിച്ചു. അവർ ആ വനത്തിൽ ആയിരിക്കുമ്പോൾ ദാനവരാജാവായ രാവണൻ സീതാദേവിയെ അപഹരിച്ചു. സീതയെ പിരിഞ്ഞ ദുഃഖത്തിൽ ശ്രീരാമൻ ദുഃഖസാഗരത്തിൽ മുങ്ങിപ്പോയി. സീതയെ തേടി ശ്രീരാമൻ കാട്ടിലൂടെ അലയുമ്പോൾ മരണാസന്നനായ പക്ഷിരാജാവായ ജടായുവിനെ കണ്ടുമുട്ടി. സീതയെക്കുറിച്ച് എല്ലാം ശ്രീരാമനോട് പറഞ്ഞ ശേഷം ജടായു ഈ ലോകം വെടിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് പോയി. പിന്നീട് ശ്രീരാമൻ സുഗ്രീവനുമായി സൗഹൃദം സ്ഥാപിച്ചു. അപ്പോൾ രാമചന്ദ്രന്റെ കാര്യങ്ങൾക്കായി ഒരു വലിയ വാനർ സൈന്യത്തെ ഒരുക്കി. ഇതിനിടെ കപിരാജനായ ഹനുമാൻ ലങ്കയിലെ അശോകവനത്തിൽ പോയി സീതയെ കണ്ട് രാമന്റെ മോതിരം അവൾക്ക് നൽകി മഹത്തായ കാര്യം പൂർത്തിയാക്കി. അതിനുശേഷം ഹനുമാൻ രാമചന്ദ്രന്റെ അടുത്ത് തിരികെയെത്തി എല്ലാം അദ്ദേഹത്തോട് വിവരിച്ചു. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ശേഷം ശ്രീരാമൻ തന്റെ സുഹൃത്തായ സുഗ്രീവനുമായി ആലോചിച്ച് ലങ്കയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ശ്രീരാമൻ വലിയ വാനർസേനയുമായി കടൽ തീരത്തെത്തി ലക്ഷ്മണനോട് തിമിംഗലങ്ങളും മുതലകളും പോലുള്ള ഭയങ്കരമായ ജലജീവികളാൽ നിറഞ്ഞ ഈ ആഴമേറിയ കടൽ നമുക്കെങ്ങനെ കടക്കാൻ കഴിയും എന്ന് ചോദിച്ചു. രാമന്റെ വാക്കുകൾക്ക് മറുപടിയായി ലക്ഷ്മണൻ പറഞ്ഞു, ഓ ആദിപുരുഷ, അങ്ങ് ദേവദേവനാണ്. ഈ ദ്വീപിൽ ആയോക്കെ ദ്യാലൻ എന്ന ഒരു മുനിയുണ്ട്. അദ്ദേഹത്തിന്റെ ആശ്രമം ഇവിടെ നിന്ന് 4 മൈൽ ദൂരത്താണ്. ഓ രഘുനന്ദന, ആ മുനിക്ക് ബ്രഹ്മദർശനം ലഭിച്ചിട്ടുണ്ട്. ഈ കടൽ കടക്കാനുള്ള ഉപായം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ലക്ഷ്മണന്റെ ഈ ഉപദേശം സ്വീകരിച്ച് ശ്രീരാമൻ അക്യാലിന്റെ ആശ്രമത്തിൽ പോയി ആ മുനിയെ വന്ദിച്ചു. വന്ന വ്യക്തി ശ്രീരാമചന്ദ്രനാണെന്നും രാവണസംഹാരം പോലുള്ള പ്രത്യേക കാര്യങ്ങൾക്കായാണ് ഇപ്പോൾ അവതരിച്ചതെന്നും സർവജ്ഞനായ ആ മുനി ഉടൻ തന്നെ മനസ്സിലാക്കി. ഉടൻ തന്നെ ആ മുനി ശ്രീരാമൻ വന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ശ്രീരാമൻ ആ മുനിയോട്, ഓ ബ്രാഹ്മണോത്തമ, ദാനവരുമായി പോരാടി ലങ്കയെ ജയിക്കാൻ ഞാൻ വാനർസേനയോടൊപ്പം ഈ സാഗരതീരത്ത് അങ്ങയുടെ കൃപയ്ക്കായി വന്നിരിക്കുന്നു. ഓ മുനിവര്യ, ദയവായി ഈ ദുസ്തരമായ സാഗരത്തെ എനിക്ക് എളുപ്പത്തിൽ കടക്കാൻ കഴിയുന്ന ഉപായം പറഞ്ഞു തരിക എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി മുനി ശ്രീരാമനോട് പറഞ്ഞു, ശ്രീരാമ, യുദ്ധം ജയിച്ച് നീ ഈ ലോകത്ത് അസാധാരണമായ യശസ്സും സമ്പത്തും നേടാൻ കഴിയുന്ന ഒരു മഹത്തായ വ്രതം നിനക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ വ്രതം നീ അനന്യചിത്തനായി പാലിക്കണം. രാമചന്ദ്ര, മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി വിജയ ഏകാദശിയായി പ്രസിദ്ധമാണ്. ഈ ഏകാദശി വ്രതം പാലിക്കുന്നതിലൂടെ നിനക്ക് നിന്റെ വാനർസേനയോടൊപ്പം ഈ സമുദ്രം കടക്കാൻ കഴിയും. ഈ ഏകാദശി വ്രതവിധി ശ്രദ്ധയോടെ കേൾക്കുക. ഏകാദശിക്ക് മുമ്പുള്ള ദിവസം സ്വർണം, വെള്ളി, ചെമ്പ് അല്ലെങ്കിൽ മൺപാത്രങ്ങളിൽ വെള്ളം നിറച്ച് മാവിലകൾ കൊണ്ട് അലങ്കരിക്കണം. പിന്നീട് അതിനെ സപ്തധാന്യങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വേദിയിൽ വെച്ച് അതിനു മുകളിൽ നാരായണന്റെ സ്വർണവിഗ്രഹം സ്ഥാപിക്കണം. ഏകാദശി ദിവസം നീ അതിരാവിലെ കുളിച്ച് തുളസിദളങ്ങൾ, ഗന്ധം, പൂക്കൾ, ധൂപം, ദീപങ്ങൾ, നൈവേദ്യം എന്നിവ സമർപ്പിച്ച് നാരായണനെ പൂജിക്കണം. ആ രാത്രിയിൽ ഉറക്കമിളയ്ക്കുകയും വേണം. പിറ്റേ ദിവസം ആ പാത്രം നദീതീരത്തോ കുളത്തിലോ അല്ലെങ്കിൽ തടാകക്കരയിലോ വെച്ച് സൂര്യോദയത്തിനു ശേഷം അതിനെ യഥാവിധി പൂജിക്കണം. അതിനുശേഷം നാരായണ വിഗ്രഹത്തോടൊപ്പം ആ പാത്രം ബ്രഹ്മചര്യവ്രതം പാലിക്കുന്ന ഒരു ബ്രാഹ്മണൻ ദാനം ചെയ്യണം. ഈ വിധത്തിൽ ചെയ്താൽ നീ നിശ്ചയമായും നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. മുനിയുടെ നിർദ്ദേശാനുസരണം ശ്രീരാമചന്ദ്രൻ ഈ ഏകാദശി വ്രതം പാലിച്ച് സമുദ്രത്തിൽ സേതുബന്ധനം നടത്തി. പിന്നീട് രാവണനുമായി യുദ്ധം ചെയ്ത് വിജയം നേടി. ഈ ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കുന്ന വ്യക്തി തീർച്ചയായും ഇഹത്തിലും പരത്തിലും വിജയം നേടും എന്ന് നാരദനോട് ബ്രഹ്മാവ് പറഞ്ഞു. അതിനാൽ ഓരോ മനുഷ്യനും ഈ വിജയ ഏകാദശി വ്രതം തീർച്ചയായും അനുഷ്ഠിക്കണം. ഈ വിജയ ഏകാദശിയുടെ മഹത്വം മനുഷ്യന്റെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്ന് കൃഷ്ണൻ ധർമ്മരാജനോട് പറഞ്ഞു.
ഈ ഏകാദശിയുടെ മഹത്വം വായിക്കുന്നവനും കേൾക്കുന്നവനും വാജപേയ യജ്ഞത്തിന്റെ ഫലം ലഭിക്കും. അതുപോലെ ഈ ഏകാദശി വെള്ളിയാഴ്ചയോടൊപ്പം വന്നതുകൊണ്ട് ഇന്ന് ഈ ലക്ഷ്മീദേവിയുടെ കഥ ശ്രദ്ധയോടെ കേട്ടാൽ മതി. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും. ലക്ഷ്മീനാരായണന്മാരുടെ അനുഗ്രഹം ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. സൂര്യപുരം എന്ന ഗ്രാമത്തിൽ രാമുലമ്മ തന്റെ മകൻ കൃഷ്ണനോടൊപ്പം താമസിച്ചിരുന്നു. അവൾ വളരെ പിശുക്കിയായിരുന്നു. അതുകൊണ്ട് മകൻ ശരിയായി ഭക്ഷണം കൊടുത്തിരുന്നില്ല. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ രാമുലമ്മ തന്റെ മകന്റെ വിവാഹം ദുർഗ എന്ന പെൺകുട്ടിയുമായി നടത്തി. വിവാഹത്തിൽ കഴിയാധനമായി 4 ലക്ഷം രൂപയും ഒരു സോഫ സെറ്റും ലഭിച്ചു. ആ സോഫ് അവൾ ഒരു മുറിയിൽ പുതപ്പ് മൂടി ഭദ്രമായി സൂക്ഷിച്ചു. ഒരു ദിവസം രാമുലമ്മ വീട്ടിലില്ലാതിരുന്നപ്പോൾ ദുർഗ ആ സോഫ് കണ്ട് ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ അമ്മായിയമ്മ, ഈ സോഫ് തുറന്നതേയില്ല. വീട്ടിൽ വേറൊരു സോഫയുമില്ല. ഞാൻ തുറക്കാൻ അവൾ എനിക്കായി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അവൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ സോഫ് ഹാളിൽ വെച്ചാൽ അവൾ സന്തോഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഭർത്താവിന്റെ സഹായത്തോടെ ദുർഗ സോഫ് ഹാളിൽ വെക്കുന്നു. പിന്നീട് കൃഷ്ണ ജോലിക്ക് പുറത്തേക്ക് പോകുന്നു. ദുർഗ ചായ ഉണ്ടാക്കി സോഫയിൽ ഇരുന്ന് കുടിക്കുന്നു. അപ്പോഴേക്കും രാമുലമ്മ വരുന്നു. വന്നയുടൻ അവൾ സോഫ് കണ്ട്, അയ്യോ ദുർഗ, എന്തിനാണ് സോഫ് തുറന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അമ്മായിയമ്മേ, സോഫ് അങ്ങനെ മൂലയിൽ മൂടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുറന്നത്. വീട്ടിൽ വേറെ സോഫയുമില്ല. സാധനങ്ങൾ ഉള്ളപ്പോൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ സോഫ് പുറത്തെടുത്തത് എന്ന് ദുർഗ മറുപടി പറയുന്നു. എന്നോട് ചോദിക്കാതെ എന്തിനാണ് ചെയ്തത്? ഓർക്കുക, ഇനി മുതൽ നിനക്ക് ഇഷ്ടമുള്ളതൊന്നും ഈ വീട്ടിൽ ചെയ്യരുത്. ഞാൻ പറയുന്നത് മാത്രമേ നടക്കാവൂ എന്ന് രാമുലമ്മ ഉറക്കെ പറയുന്നു. ശരി അമ്മായിയമ്മേ, ഇനി അങ്ങനെ ചെയ്യാം എന്ന് ദുർഗ പറയുന്നു. അപ്പോൾ രാമുലമ്മ വീണ്ടും ദുർഗയോട് ചോദിക്കുന്നു, ഇതെന്താണ് നീ ഇപ്പോൾ ചായ കുടിക്കുന്നത്? ഈ വീട്ടിൽ ഒരു തവണ മാത്രമേ ചായ ഉണ്ടാക്കാവൂ എന്ന് നിനക്കറിയില്ലേ? രണ്ടാമത് ആരും ചായ കുടിക്കരുത്. വെറുതെ പാലും പഞ്ചസാരയും ചായപ്പൊടിയും എന്തിനാണ് പാഴാക്കുന്നത്? ഈ തവണ കുടിച്ചെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു. രാമുലമ്മയുടെ പിശുക്ക് കണ്ട് ദുർഗ ആശ്ചര്യപ്പെടുന്നു. രാത്രി കൃഷ്ണ വീട്ടിലെത്തിയ ശേഷം രാമുലമ്മ സോഫ് വീണ്ടും അകത്ത് വെക്കുന്നു. അവൻ അവരുടെ മുറിയിലേക്ക് പോയ ശേഷം ദുർഗ നടന്നതെല്ലാം പറയുന്നു. നോക്കൂ, അമ്മായിയമ്മ വളരെ പിശുക്കിയാണ് ഉള്ളത്. എന്നോട് ചായ പോലും കുടിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു തവണയെ ചായ കുടിക്കാവൂ എന്നാണല്ലോ. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ എന്ന് ചോദിക്കുന്നു. അമ്മ അങ്ങനെയേ ഉള്ളൂ, വളരെ പിശുക്കി. പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ പറഞ്ഞതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അവളുടെ ബുദ്ധി ആ ലക്ഷ്മിദേവിക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ എന്ന് കൃഷ്ണൻ പറയുന്നു. രാമുലമ്മ ലക്ഷ്മി മാതാവിന്റെ വലിയ ഭക്തയാണ്. എപ്പോഴും മാതാവിനെ പൂജിക്കുന്നു. കൂടുതൽ ധനം വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അവൾക്ക് വലിയ അത്യാഗ്രഹിയാണ്. രാമുലമ്മ ലക്ഷ്മിദേവിക്ക് പൂജ ചെയ്തുകൊണ്ട്, അമ്മ ലക്ഷ്മി മാതാവേ, നിന്റെ ദയ എന്നിൽ എപ്പോഴും കാണിക്കണമേ. എന്നെ ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനികയാക്കണമേ എന്നും ചോദിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു പശു അവരുടെ വീടിന്റെ മുന്നിലേക്ക് വരുന്നു. പുതിയ മരുമകളായ ദുർഗ ഒരു റൊട്ടി കൊണ്ടുവന്ന് ആ പശുവിന് കൊടുക്കുന്നു. ഇത് കണ്ട രാമുലമ്മ ദേഷ്യത്തിൽ തിളച്ചുമറിയുന്നു. ഇതെന്താ മോളെ, നിനക്കറിയില്ലേ ഇങ്ങനെ റൊട്ടികൾ പാഴാക്കരുതെന്ന് പറയുന്നു. ഇതിൽ പാഴാക്കാൻ എന്താണുള്ളത് അമ്മായിയമ്മേ? പശുവിന് റൊട്ടി കൊടുത്താൽ നല്ലതല്ലേ ദുർഗ ചോദിക്കുന്നു. അതെ അതെ, നിനക്ക് 2 നേരം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അപ്പോൾ മനസ്സിലാകും റൊട്ടികളുടെ വില എന്താണെന്ന്. ഇന്ന് മുതൽ 2 ദിവസം നിനക്ക് ഭക്ഷണം ഉണ്ടാകില്ല. മനസ്സിലായോ എന്ന് രാമുലമ്മ പറയുന്നു. അപ്പോൾ ദുർഗ, അമ്മായിയമ്മേ, ഞാൻ ഗർഭിണിയാണ്. പട്ടിണി കിടക്കുന്നത് കുഞ്ഞിന് നല്ലതല്ല പറയുന്നു. എല്ലാം നല്ലതാണ്. നിന്റെ തൽ ശരിയാകും. ഇവിടെ നിന്ന് പോകാൻ രാമുലമ്മ പറയുന്നു. അങ്ങനെ രാമുലമ്മ ദുർഗയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അടുത്ത ദിവസം വിശപ്പ് കാരണം ദുർഗയ്ക്ക് വയ്യാതാകുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുർഗ അടുക്കളയിലേക്ക് പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്നു. പക്ഷേ ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ബിസ്ക്കറ്റ് ടിൻ കാണുന്നത്. കുറച്ച് ബിസ്ക്കറ്റുകൾ എടുത്ത് ദുർഗ കഴിക്കുന്നു. അപ്പോഴേക്കും രാമുലമ്മ പെട്ടെന്ന് അടുക്കളയിലേക്ക് വരുന്നു. അവൾ ദുർഗയെ നോക്കി, ഞാൻ നിന്നെ കഴിക്കാൻ അനുവദിച്ചില്ലെന്ന് കരുതി ഇങ്ങനെ മോഷ്ടിച്ചു കഴിക്കുമോ? നിന്റെ വീട്ടുകാർ ഇതാണോ പഠിപ്പിച്ചത് ചോദിക്കുന്നു. അമ്മായി, ഞാൻ മോഷ്ടിച്ചതല്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ കഴിക്കുന്നത്. ദയവായി കഴിക്കാൻ എന്തെങ്കിലും തരൂ അമ്മായി. ഈ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ പട്ടിണി കിടക്കാൻ കഴിയും എന്ന് ദുർഗ ചോദിക്കുന്നു. പക്ഷേ രാമുലമ്മ ഒന്നും കേൾക്കുന്നില്ല. അവളെ മുറിയിൽ അടച്ചു വാതിൽ പൂട്ടുന്നു. അവിടെ ദുർഗ ഒരുപാട് കരയുന്നു.
അമ്മ ലക്ഷ്മി മാതാ, ഇതെന്താണ്? അമ്മായി നിന്നെ പൂജിക്കുന്നു, പക്ഷേ ഇത്രയും പിശുക്കിയാണ്. അതുകൊണ്ട് അവൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ എത്ര നാളാണ് അമ്മേ? ഞാൻ ഗർഭിണിയാണ്. എന്തെങ്കിലും ചെയ്യൂ അമ്മേ, എനിക്ക് ഇനി സഹിക്കാൻ കഴിയുന്നില്ല അമ്മേ എന്ന് അപേക്ഷിക്കുന്നു. ഇതെല്ലാം വൈകുണ്ഠത്തിൽ നിന്ന് ലക്ഷ്മീനാരായണന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു. വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോട് ഇങ്ങനെ പറയുന്നു: ദേവി, നീ എന്തെങ്കിലും ചെയ്യണം. നിന്റെ ഭക്ത ഇത്ര പിശുക്കിയാണോ? അവൾ അതിര് കടക്കുന്നു എന്ന് പറയുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ് പ്രഭോ എന്ന് ലക്ഷ്മി ദേവി പറയുന്നു. അന്ന് രാത്രി രാമുലമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി ദേവി അവളുടെ സ്വപ്നത്തിൽ വന്ന് രാമുലമ്മ, ഓ രാമുലമ്മ, നിനക്ക് ഇനിയും ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഞാൻ തന്നെ നേരിട്ട് വന്നിരിക്കുന്നു. നാളെ നിന്റെ വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വരുന്നവർക്ക് നിന്റെ കൈകൊണ്ട് പാചകം ചെയ്ത് വയറു നിറയെ നൽകുക. ഇത് നിന്റെ ആഗ്രഹം തീർച്ചയായും നിറവേറ്റും എന്ന് വരം നൽകുന്നു. ശരി അമ്മേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങ് നേരിട്ട് വന്നു. ഇതെല്ലാം എന്റെ ഭാഗ്യമാണ് അമ്മേ. അങ്ങയുടെ ആജ്ഞ തീർച്ചയായും പാലിക്കും എന്ന് രാമുലമ്മ പറയുന്നു. ലക്ഷ്മി ദേവി അപ്രത്യക്ഷയാകുന്നു. അപ്പോൾ രാമുലമ്മ ഉറക്കമുണർന്ന് ചിന്തയിലാകുന്നു. എങ്ങനെ? ഇപ്പോൾ ആർക്കെങ്കിലും ഭക്ഷണം നൽകണമെങ്കിൽ വളരെ ചെലവാകും. പക്ഷേ ലക്ഷ്മി ദേവി നേരിട്ട് പറഞ്ഞതുകൊണ്ട് അത് ചെയ്തേ തീരൂ. പക്ഷേ ആര് വന്നാലും അവർക്ക് ഭക്ഷണം നൽകാം എന്ന് അവൾ കരുതുന്നു. രാമുലമ്മ രാവിലെ എഴുന്നേറ്റ് ലക്ഷ്മി ദേവി പറഞ്ഞതുപോലെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യാഭർത്താക്കന്മാരുടെ ദമ്പതികൾ ഭിക്ഷയ്ക്കായി വരുന്നു. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ കുറെ ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല, കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും വരൂ, ഇവിടെ വന്നിരിക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കായി ഭക്ഷണം കൊണ്ടുവരാം എന്ന് രാമുലമ്മ പറയുന്നു. രാമുലമ്മ അവർക്കായി ഭക്ഷണം വിളമ്പി കൊണ്ടുവരുന്നു. ഇരുവരും വളരെ ഇഷ്ടത്തോടെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം വളരെ നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനിയും വയറു നിറഞ്ഞിട്ടില്ല, കുറച്ചുകൂടി തരാമോ എന്ന് ചോദിക്കുന്നു. ഓ തീർച്ചയായും, ഇപ്പോൾ തന്നെ കൊണ്ടുവരാം എന്ന് രാമുലമ്മ പറയുന്നു. രാമുലമ്മ അകത്തുനിന്ന് ഇനിയും ഭക്ഷണം കൊണ്ടുവരുന്നു. അവർ രണ്ടുപേരും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴേക്കും പാകം ചെയ്ത് ഭക്ഷണങ്ങളെല്ലാം തീർന്നു പോകുന്നു. ദൈവമേ, ലക്ഷ്മി മാതാവ് വയറു നിറയെ ഭക്ഷണം നൽകാൻ പറഞ്ഞു. പക്ഷേ പാചകങ്ങളെല്ലാം തീർന്നുപോയി. വീട്ടിലെ സാധനങ്ങളും തീർന്നു. ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടയിൽ നിന്ന് ഇനിയും സാധനങ്ങൾ കൊണ്ടുവരാം എന്ന് രാമുലമ്മ കരുതുന്നു. രാമുലമ്മ കടയിൽ നിന്ന് ധാരാളം സാധനങ്ങൾ കൊണ്ടുവരുന്നു. വീണ്ടും വീണ്ടും പാകം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇരുവരും വളരെ ഇഷ്ടത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ വിശപ്പ് ഒരിക്കലും തീരുന്നില്ല. പതിയെ രാമുലമ്മയുടെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു പോകുന്നു. സാധനങ്ങൾ തീർന്നു പോകുന്നു. അപ്പോൾ രാമുലമ്മ ദുഃഖിതയായി അവരുടെ അടുത്തേക്ക് വന്ന് എന്നോട്, ക്ഷമിക്കൂ, നിങ്ങൾക്ക് വയറു നിറയെ ഭക്ഷണം നൽകാൻ എനിക്ക് കഴിയുന്നില്ല. ഇനിയും നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ഒരു മഹാപാപിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഹേ മഹാലക്ഷ്മി, എന്താണ് ഈ പരീക്ഷ? എന്നോട് ക്ഷമിക്കൂ അമ്മേ. നിങ്ങളുടെ ആജ്ഞ പാലിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് രാമുലമ്മ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ദമ്പതികൾ ലക്ഷ്മീദേവിയും വിഷ്ണുമൂർത്തിയും ആയി മാറി ദർശനം നൽകുന്നു. ലക്ഷ്മി ദേവി രാമുലമ്മയോട് പറഞ്ഞു, രാമുലമ്മേ, നീ വിഷമിക്കരുത്. നീ പരീക്ഷയിൽ വിജയിച്ചു. ഞാൻ നിന്റെ ഭക്തിയിൽ സന്തുഷ്ടയാണ്. നിന്റെ പിശുക്ക് കാരണം നീ നിന്റെ മരുമകളെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദേഷ്യമുണ്ട് എന്ന് പറയുന്നു. എന്നോട് ക്ഷമിക്കൂ അമ്മേ. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. എന്റെ പാപം ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. എല്ലാവരോടും നന്നായി പെരുമാറിക്കൊണ്ടിരിക്കും. നിന്റെ അനുഗ്രഹം എന്റെ മേൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം അമ്മേ എന്ന് രാമുലമ്മ പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് വിഷ്ണുവും ലക്ഷ്മി ദേവിയും അവളെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷരാകുന്നു. രാമുലമ്മ തന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. മരുമകളെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. എല്ലാവർക്കും നല്ല ഭക്ഷണം നൽകുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പിശുക്ക് ഉപേക്ഷിക്കുന്നു. വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ മകനെയും മരുമകളെയും ഏൽപ്പിച്ച് ലക്ഷ്മിദേവിയെ പൂജിക്കുന്നതിൽ മുഴുകുന്നു. അവരുടെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുപോലെ ഇന്ന് ഈ കുരുവി പറഞ്ഞ ഈ കഥ കേട്ടാൽ മതി. ദാരിദ്ര്യങ്ങളെല്ലാം ഇല്ലാതാകും. ഭാഗ്യം നിങ്ങളുടെ വാതിൽ മുട്ടും. പണ്ട് ഒരു ഇടതൂർന്ന കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. അത് നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു ആൽമരമായിരുന്നു. ആ മരം അനേകം പേർക്ക് തണലും അനേകം പക്ഷികൾക്ക് ആശ്രയവും നൽകിയിരുന്നു. ആ മരത്തിൽ ഒരു
ചെറിയ കുരുവിയുണ്ടായിരുന്നു. ആ കുരുവി കാണാൻ വളരെ ചെറുതായിരുന്നെങ്കിലും അതിന്റെ മനസ്സ് ഹിമാലയത്തോളം വലുതായിരുന്നു. സാധാരണയായി പക്ഷികൾ തങ്ങളുടെ കൂട്, തങ്ങളുടെ ഭക്ഷണം, തങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ കുരുവി വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. കാട്ടിൽ ഏതെങ്കിലും മൃഗം വിശന്നിരുന്നാലോ ഏതെങ്കിലും ചെറിയ പക്ഷിക്കുഞ്ഞ് കൂട്ടിൽ നിന്ന് താഴെ വീണാലോ അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. തന്റെ കൊക്കുകൊണ്ട് പഴങ്ങൾ കൊണ്ടുവന്ന് വിശന്നിരിക്കുന്നവർക്ക് നൽകിയിരുന്നു. വേനൽക്കാലം വന്നാൽ പക്ഷികൾക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ ഈ കുരുവി കിലോമീറ്ററുകൾ ദൂരം പോയി എവിടെ വെള്ളമുണ്ടെന്ന് കണ്ടെത്തി വന്ന് മറ്റ് പക്ഷികളെല്ലാം അവിടേക്ക് കൊണ്ടുപോയിരുന്നു. ഒരിക്കൽ ഒരു വേട്ടക്കാരൻ എറിഞ്ഞ അമ്പ് തട്ടി ഒരു മയിൽ പിടയുന്നത് കണ്ടപ്പോൾ ഈ കുരുവി തന്റെ ചെറിയ കൊക്കുകൊണ്ട് ആ അമ്പ് പുറത്തെടുക്കാൻ ശ്രമിച്ചു. മുറിവിൽ ചില പച്ച ഇലകൾ കൊണ്ടുവന്ന് വെച്ച ആ മയിലിന്റെ ജീവൻ രക്ഷിച്ചു. ഇങ്ങനെ തന്റെ ജീവിതകാലം മുഴുവൻ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു. പുണ്യം എന്നാൽ ക്ഷേത്രങ്ങളിൽ പോയാൽ ലഭിക്കുന്നതല്ല, സഹജീവി കഷ്ടത്തിലായിരിക്കുമ്പോൾ സഹായിച്ചാൽ ലഭിക്കുന്നതാണെന്ന് ആ കുരുവി തെളിയിച്ചു. ഒരു ദിവസം ആകാശം പെട്ടെന്ന് ഇരുണ്ടു. ഭയങ്കരമായ കൊടുങ്കാറ്റ് ആരംഭിച്ചു. വലിയ മരങ്ങൾ പോലും നിലംപതിച്ചു. ആ കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ കുരുവികൾ കെട്ടിയ കൂടുകളെല്ലാം ചിതറിപ്പോയി. ഈ കുരുവി തന്റെ കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ ചിറകുകൾക്കടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിധി വളരെ ശക്തമാണ്. ഒരു വലിയ കൊമ്പ് ഒടിഞ്ഞ് കൃത്യം ആ കൂട്ടിന് മുകളിൽ വീണു. ആ അപകടത്തിൽ കുരുവി തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം പ്രാണൻ വെടിഞ്ഞു. മരിച്ച ആ കുരുവിയുടെ ആത്മാവ് നേരിട്ട് ഏമലോകത്ത് എത്തിച്ചേർന്നു. യമധർമ്മരാജാവിന്റെ സഭയിൽ ചിത്രഗുപ്തൻ ആ കുരുവി ചെയ്ത പുണ്യ പ്രവർത്തനങ്ങളുടെ പട്ടിക വായിച്ചു. പ്രഭോ, ഈ ചെറിയ കുരുവി ചെയ്ത പുണ്യം സാധാരണമായതല്ല. ഇത് ഒരു മനുഷ്യൻ പോലും ചെയ്യാൻ കഴിയാത്തത്ര സേവനങ്ങൾ ചെയ്തു. ഇതിന് സ്വർഗലോകത്ത് വലിയ സ്ഥാനം ലഭിക്കുമെന്ന് പറഞ്ഞു. യമധർമ്മരാജാവ് ആ കുരുവിയെ കണ്ട് സന്തോഷിച്ചു. ഓ ചെറിയ ജീവിയെ, നിന്റെ നിസ്വാർത്ഥ സേവനത്തിൽ ഞാൻ വളരെ സന്തോഷിച്ചു. നിന്റെ പുണ്യഫലമനുസരിച്ച് നിനക്ക് തിരികെ ഭൂമിയിൽ ജനിക്കാൻ അവസരം നൽകുന്നു. നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു സുന്ദരിയായ ധനികയായ സ്ത്രീയായി ജനിക്കാം, അല്ലെങ്കിൽ സർവശക്തിയുള്ള ഒരു പുരുഷനായി ജനിക്കാം. ഈ രണ്ടിൽ നിനക്ക് ഏത് ജന്മമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുരുവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് യമനെ നമസ്കരിച്ച് ഇങ്ങനെ പറഞ്ഞു: സ്വാമി, അങ്ങ് എനിക്ക് ഒരു ജന്മം നൽകാമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ഒരു ജന്മവും വേണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ ഭൂമിയിൽ ഒരു സ്ത്രീയായി ജനിക്കുന്നതിനേക്കാൾ വലിയ നരകം മറ്റൊന്നില്ലെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ അഹങ്കാരം നിറഞ്ഞ പുരുഷ ജന്മവും എനിക്ക് വേണ്ട. ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കഥ നേരിട്ട് കണ്ടിരുന്നു. ആ കഥ കേട്ടാൽ അങ്ങേക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ താമസിച്ചിരുന്ന ആൽമരത്തിന് താഴെ ഗൗരി എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ കഥ കേൾക്കൂ പ്രഭോ എന്ന് പറഞ്ഞ് ആ കുരുവി പറയാൻ തുടങ്ങി. ഗൗരി ജനിച്ചത് വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. അവൾ ജനിച്ച ഉടൻ തന്നെ അച്ഛൻ മദ്യത്തിന് അടിമയായി മരിച്ചുപോയി. നീ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ ദുരിതം ആരംഭിച്ചതെന്ന് നാട്ടുകാർ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തി. അമ്മ കൂലിപ്പണിക്ക് പോയി ഗൗരിയെ വളർത്തി. ചെറുപ്പം മുതൽ ഗൗരിക്ക് കളികളോ പാട്ടുകളോ ഉണ്ടായിരുന്നില്ല. പുതിയ വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. 7-ാം വയസ്സു മുതൽ മറ്റുള്ളവരുടെ വീടുകളിൽ പാത്രം കഴുകുന്നതും തുടയ്ക്കുന്നതും പോലുള്ള ജോലികൾ ചെയ്തിരുന്നു. യജമാനന്മാർ പറയുന്ന ചീത്ത വാക്കുകൾ കേട്ടും വലിച്ചെറിയുന്ന പഴുകിയ ചോർ കഴിച്ചുമാണ് അവൾ വളർന്നത്. അവൾക്ക് വിശപ്പ് എന്താണെന്ന് അറിയാമായിരുന്നു. പക്ഷേ വയറു നിറയെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നിട്ടും അവളുടെ മനസ്സിൽ ഒരിക്കലും ആരോടും വെറുപ്പുണ്ടായിരുന്നില്ല. അവൾക്ക് കിട്ടിയ ആ പഴുകിയ ചോറിൽ നിന്ന് ഒരു ഉരുള എടുത്ത് എനിക്ക് തരുമായിരുന്നു. അങ്ങനെ അവൾ കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വലുതായി. പ്രായത്തിനനുസരിച്ച് അവളിൽ സൗന്ദര്യവും വർദ്ധിച്ചു. ഒരു ദിവസം ആ പ്രദേശത്തെ ജമീന്ദാർ ഞങ്ങളുടെ കാട്ടിൽ വേട്ടയാടാൻ വന്നു. വഴിതെറ്റി ആ ഗ്രാമത്തിലെത്തിയ അദ്ദേഹത്തിന് ഗൗരിയെ കണ്ടു. മുഷിഞ്ഞ വസ്ത്രങ്ങളിലായിരുന്നു. അവളുടെ മുഖത്തെ തേജസ് അദ്ദേഹത്തെ ആകർഷിച്ചു. ഉടൻ തന്നെ അദ്ദേഹം അവളെ വിവാഹം കഴിക്കാമെന്ന് ഗ്രാമത്തിലെ പ്രമുഖരുടെ മുന്നിൽ പ്രഖ്യാപിച്ചു. ആ ഗ്രാമവാസികളെല്ലാം അത്ഭുതപ്പെട്ടു. ഒരു അനാഥയായ പെൺകുട്ടി ജമീന്ദാരുടെ കൊട്ടാരത്തിലേക്ക് മഹാറാണിയെപ്പോലെ പോകുന്നത് അവളുടെ പൂർവ്വജന്മ സുഹൃതമാണെന്ന് എല്ലാവരും കരുതി. അമ്മയും തന്റെ മകളുടെ കഷ്ടപ്പാടുകൾ അവസാനിച്ചതിൽ സന്തോഷിച്ചു. ജമീന്ദാർ ഗൗരിയെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. തുടക്കത്തിൽ അദ്ദേഹം അവളെ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിച്ചു. ഗൗരിക്ക് ആവശ്യമുള്ളതെല്ലാം അയാൾ നൽകി. സ്വർണം, പട്ടുവസ്ത്രങ്ങൾ, പരിചാരകർ. അവളുടെ ജീവിതം ഒറ്റയടിക്ക് മാറിപ്പോയി. ഗൗരിയും തന്റെ ഭർത്താവിനെ ദൈവമായി കരുതി. അദ്ദേഹത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ടും വരാതെ അവൾ നോക്കി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ജമീന്ദാറിനുണ്ടായിരുന്ന ചില
ദുശ്ശീലങ്ങൾ പുറത്തുവന്നു. അയാൾ അമിതമായി ചൂതാടുകയും തെറ്റായ ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുകയും ചെയ്തതുകൊണ്ട് സ്വത്തെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. ഉണ്ടായിരുന്ന കൃഷിഭൂമികൾ, വീട്, ആഭരണങ്ങൾ എല്ലാം കടത്തിലായി. ഒടുവിൽ ഉടുത്തിരുന്ന വസ്ത്രങ്ങളുമായി പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് ജമീന്ദാർ തന്റെ തെറ്റ് സമ്മതിക്കാതെ ഗൗരിയുടെ മേൽ കുറ്റം ചുമത്തി. നിന്നെ വിവാഹം ചെയ്ത് മുഹൂർത്തം ശരിയായിരുന്നില്ല. നീ എന്റെ വീട്ടിൽ കാലുകുത്തിയ ദിവസമാണ് എന്റെ ദാരിദ്ര്യം തുടങ്ങിയത്. നീ ഒരു ദരിദ്രയായ സ്ത്രീയാണ്. നിന്റെ കാൽ എന്റെ കോട്ടയിൽ വെച്ചതിനു ശേഷമാണ് എന്റെ സർവസ്വവും നഷ്ടപ്പെട്ടത് എന്ന് അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. ഗൗരി കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽക്കീഴിൽ വീണു. സ്വാമി, സ്വത്ത് പോയാൽ പോകട്ടെ, നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാം, എന്നെ ഉപേക്ഷിക്കരുത് എന്ന് അപേക്ഷിച്ചു. പക്ഷേ അയാൾ കേട്ടില്ല. നിന്റെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ട സ്വത്ത് വീണ്ടും സമ്പാദിക്കണമെങ്കിൽ ഞാൻ ഒരു ധനികന്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഗൗരിയെ കഴുത്തിൽ പിടിച്ചു പുറത്താക്കി. വീണ്ടും മറ്റൊരു ധനികയായ സ്ത്രീയെ വിവാഹം കഴിച്ചു. തന്റെ ഭർത്താവ് ജീവനെപ്പോലെ സ്നേഹിച്ച് മനുഷ്യൻ അങ്ങനെ നടുറോഡിലേക്ക് തള്ളിവിട്ടപ്പോൾ ഗൗരിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. തന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ അപ്പോഴേക്കും അമ്മ രോഗം കാരണം മരിച്ചിരുന്നു. ഗ്രാമത്തിലേക്ക് പോയാൽ ആ ഗ്രാമത്തിലെ പുരുഷന്മാരെല്ലാം അവളെ ഒരു മനുഷ്യനെ പോലെ കാണാതെ ഒരു വസ്തുവിനെ പോലെ കാണാൻ തുടങ്ങി. ഇവിടെയാണ് ഞാൻ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ മോശം കാര്യം. സ്വാമി, ഒരു സ്ത്രീക്ക് കഷ്ടപ്പാട് വന്നാൽ സമൂഹം അവളെ സഹായിക്കില്ല, മറിച്ച് അവളിൽ തെറ്റ് കണ്ടെത്തും. ഭർത്താവ് ഉപേക്ഷിച്ചുവെങ്കിൽ ഇവളിൽ എന്തോ കുറവുണ്ടായിരിക്കും. ഇവളുടെ വ്യക്തിത്വം ശരിയല്ല, അതുകൊണ്ടാണ് അയാൾ ഉപേക്ഷിച്ചത് എന്ന് മുദ്രകുത്തും. ഗ്രാമത്തിലെ പുരുഷന്മാർ അവളുടെ ചുറ്റും കറങ്ങാൻ തുടങ്ങി. അവൾക്ക് തണൽ നൽകാൻ വേണ്ടിയായിരുന്നില്ല, അവളെ അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു. ഒരു കാലത്ത് മഹാറാണിയെപ്പോലെ കണ്ട കണ്ണുകൾ ഇപ്പോൾ അവളെ നീചമായി കണ്ടു. തെരുവുകളിലൂടെ പോകുമ്പോൾ അശ്ലീലമായ ആംഗ്യങ്ങൾ കാണിച്ചിരുന്നു. ഭർത്താവില്ലാത്തവളല്ലേ, എന്റെ അടുത്തേക്ക് വാ, നിന്നെ നന്നായി നോക്കാം എന്ന മുഖത്ത് നോക്കി ചോദിച്ചിരുന്നു. അത് കേട്ടപ്പോൾ ഗൗരിയുടെ ഹൃദയം തകർന്നുപോയിരുന്നു. അവൾക്ക് മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ പുരുഷ സമൂഹം അവളെ ഒരു തെരുവ് സ്ത്രീയാക്കാൻ തയ്യാറായി. മറ്റൊരു മോശം കാര്യം എന്തെന്നാൽ, സ്വാമി, പുരുഷന്മാർ അവരുടെ അഹങ്കാരത്തിനായി എന്തു ചെയ്യാനും മടിക്കില്ല. ആ ജമീന്ദാർ രണ്ടാമതും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ഗൗരി വിശന്നു വലഞ്ഞു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചാൽ സമൂഹം അയാളെ ഒന്നും പറയില്ല. എന്നാൽ ഒരു സ്ത്രീ അനാഥയായി മാറിയാൽ അവളെ നോക്കി കരയാൻ എല്ലാവരും വരും. ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഗൗരി കൂലിപ്പണിക്ക് പോയപ്പോൾ അവിടെയും മുതലാളിമാർ അവളെ തെറ്റായ കണ്ണുകളോടെ നോക്കി പീഡിപ്പിച്ചു. നീ എനിക്ക് വഴങ്ങിയാൽ മാത്രമേ നിനക്ക് ജോലി നൽകൂ എന്ന് അവർ വ്യവസ്ഥകൾ വെച്ചു. ഒരു വശത്ത് വിശപ്പ്, മറുവശത്ത് അപമാനം. ഗൗരി കരഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന ആൽമരത്തിനടുത്തെത്തി. അവളുടെ കണ്ണുകളിലെ വേദന കണ്ട് എന്റെ ജീവൻ പിടഞ്ഞുപോയി. ഒരു സ്ത്രീയായി ജനവൾക്ക് മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ പുരുഷാധിപത്യ സമൂഹം അവളെ ഒരു തെരുവ് സ്ത്രീയാക്കാൻ തയ്യാറായി. മറ്റൊരു രണ്ടാമത്തെ മോശം കാര്യം എന്തെന്നാൽ, സ്വാമി, പുരുഷന്മാർ അവരുടെ അഹങ്കാരത്തിനായി എന്തിനും മുതിരും. ആ ജമീന്ദാർ രണ്ടാമതും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ഗൗരി വിശന്ന് വലയുകയായിരുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചാൽ സമൂഹം അയാളെ ഒന്നും പറയില്ല. എന്നാൽ ഒരു സ്ത്രീ അനാഥയായി മാറിയാൽ അവളുടെ മേൽ വീണ് കരയാൻ എല്ലാവരും വരും. ഗൗരി ഒരു നേരത്തെ ഭക്ഷണത്തിനായി കൂലിപ്പണിക്ക് പോയപ്പോൾ അവിടെയും ഉടമസ്ഥർ അവളെ തെറ്റായ നോട്ടങ്ങളാൽ ഉപദ്രവിച്ചു. നീ എനിക്ക് വഴങ്ങിയാൽ മാത്രമേ നിനക്ക് ജോലി നൽകൂ എന്ന് അവർ വ്യവസ്ഥകൾ വെച്ചു. ഒരു വശത്ത് വിശപ്പ്, മറുവശത്ത് അപമാനം. ഗൗരി കരഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന ആൽമരത്തിനടുത്ത് വന്നു. അവളുടെ കണ്ണുകളിലെ വേദന കണ്ട് എന്റെ ജീവൻ പിടഞ്ഞുപോയി. ഒരു സ്ത്രീയായി ജനിക്കുക എന്നാൽ ഇത്രയും നരകമാണോ എന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അവൾ തന്റെ പഴയ ഓർമ്മകൾ ഓർത്ത് കരഞ്ഞു. ചെറുപ്പത്തിൽ വിശപ്പില്ലാതെ കരഞ്ഞു, ഇപ്പോൾ ബഹുമാനമില്ലാതെ കരയുന്നു. ഞാൻ ചെയ്ത പാപം എന്താണ്? വെറും ഒരു പെണ്ണായി ജനിച്ചത് എന്റെ പാപമാണോ എന്ന് ആകാശത്തേക്ക് നോക്കി അവൾ അലറി. അവൾക്ക് വിശന്നപ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. ദാഹിച്ചപ്പോൾ വെള്ളം നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആ മരത്തിനടുത്ത് ആരെങ്കിലും വരുമോ എന്ന് അവൾ പ്രതീക്ഷയോടെ നോക്കി. എന്നാൽ അവിടെ വന്ന പുരുഷന്മാരും അവളുടെ വിശപ്പ് മാറ്റുന്നതിനേക്കാൾ അവളുടെ ശരീരം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ച് അവളെ ചുറ്റിപ്പറ്റി നിന്നു. ആ നീചമായ നോട്ടങ്ങൾ സഹിക്കാനാവാതെ ഗൗരി അന്ന് മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ
തളർന്ന് ആ മരച്ചുവട്ടിൽ വീണുപോയി. അവൾ മരിക്കുന്ന നിമിഷത്തിൽ പോലും വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയായി ജനിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അവളുടെ ആത്മാവ് ആ ശരീരം വിട്ടു പോകുമ്പോഴും ചുറ്റുമുള്ള പുരുഷന്മാർ അവൾ മരിച്ചതിൽ ദുഃഖിച്ചില്ല. ഈ ശവത്തിലുള്ള ചെറിയ ആഭരണങ്ങൾക്കായി അവർ വഴക്കിട്ടു. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം സ്വാമി, ഇതാണ് പുരുഷന്മാരുടെ ബുദ്ധി. ഇപ്പോൾ പറയൂ ധർമ്മരാജ, ഞാൻ എന്തിനാണ് ഒരു സ്ത്രീയായി ജനിച്ചത്? സ്ത്രീ എന്നാൽ പുരുഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വസ്തുവാണോ? അവൾക്ക് മനസ്സുണ്ടാവില്ലേ? അവളുടെ കഷ്ടപ്പാടുകൾക്ക് വിലയുണ്ടാവില്ലേ? ഒരു പുരുഷൻ എത്ര തെറ്റുകൾ ചെയ്താലും സമൂഹം ക്ഷമിക്കും, എന്നാൽ ഒരു സ്ത്രീ തെറ്റൊന്നും ചെയ്യാതിരുന്നാലും കുറ്റപ്പെടുത്തലുകൾ സഹിക്കണം. അവൾ വിജയം നേടിയാൽ പിന്നിൽ ഏതെങ്കിലും പുരുഷനുണ്ടെന്ന് പറയും. അവൾ തോറ്റാൽ അവൾ കഴിവില്ലാത്തവളാണെന്ന് പറയും. പുരുഷന് അഹങ്കാരം കൂടുതലാണ്, സ്ത്രീക്ക് കണ്ണുനീർ കൂടുതലാണ്. ഈ ഭൂമിയിൽ മനുഷ്യത്വം മരിച്ചുപോയി. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നത് നിർത്തി. സ്വാർത്ഥത, കാമം, അഹങ്കാരം ഇവയുമായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇത്തരം മനുഷ്യരുടെ ഇടയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. പുരുഷനായി ജനിച്ചാൽ എനിക്ക് അഹങ്കാരം വരുമോ? വീണ്ടും ഞാൻ മറ്റൊരു ഗൗരിയെ കരയിപ്പിക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. സ്ത്രീയായി ജനിച്ചാൽ ആ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഈ 2 ജന്മങ്ങളും വേണ്ട. ഞാൻ പക്ഷിയായിരുന്നപ്പോൾ ചെയ്ത ചെറിയ പുണ്യത്തെ എനിക്ക് പ്രസാദമായി നൽകി ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് എന്നെ വിമുക്തനാക്കുക. എനിക്ക് മോക്ഷം നൽകുക. ആ ഭഗവാന്റെ പാദങ്ങളിൽ ശാശ്വതമായി നിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. കുരുവി പറഞ്ഞ വാക്കുകൾ കേട്ട് യമധർമ്മരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. സൃഷ്ടിയെ ഭരിക്കുന്ന യമനും ഒരു നിമിഷം മൗനമായി നിന്നുപോയി. ചിത്രഗുപ്തൻ തന്റെ പുസ്തകം മാറ്റിവെച്ചു. ഒരു ചെറിയ കുരുവി ഭൂമിയിലുള്ള ഇത്രയും വലിയ സത്യം മനസ്സിലാക്കിയെങ്കിൽ അത് സാധാരണ കാര്യമല്ല. യമൻ ആ കുരുവിയുടെ അടുത്തേക്ക് വന്ന്, ഓ പുണ്യാത്മാവേ, നീ പറഞ്ഞതെല്ലാം അക്ഷര സത്യങ്ങളാണ്. മനുഷ്യർ തങ്ങളുടെ ബുദ്ധിയെ മാറ്റാത്തിടത്തോളം കാലം ഭൂമിയിൽ നരകം നിലനിൽക്കും. സ്ത്രീയെ ബഹുമാനിക്കാത്ത ജാതി ഒരിക്കലും നന്നാവില്ല. പുരുഷന്മാർ തങ്ങളുടെ അഹങ്കാരം ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ശാന്തി ഉണ്ടാകില്ല. നീ മനുഷ്യനായി ജനിച്ചു ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് മോക്ഷം നൽകുന്നു. നീ മായാലോകത്തിൽ നിന്ന് മോചനം നേടി പരമാത്മാവിൽ ലയിച്ചു ചേരട്ടെ എന്ന് അനുഗ്രഹം നൽകി. ഉടൻ തന്നെ ആ കുരുവി ആത്മാവ് ഒരു ദിവ്യമായ പ്രകാശമായി മാറി ആകാശത്തിൽ ലയിച്ചു ചേർന്നു. ഒരു ദിവസം സത്യഭാമ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്ന്, സ്വാമി, തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ നല്ലത് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തുളസിയുടെ അടുത്ത് വിളക്ക് വെക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ അവൾക്ക് ഒരു കഥ പറഞ്ഞു തുടങ്ങി. ദേവി, മുൻപ് തെക്ക് ഒരു വലിയ നദി ഉണ്ടായിരുന്നു. ആ നദിയുടെ തീരത്ത് ഹരിഹരൻ എന്ന ഒരു ദരിദ്രനായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വേദങ്ങൾ പഠിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നിർഭാഗ്യം കാരണം അദ്ദേഹത്തിന് ഒരു അഹങ്കാരിയായ ഭാര്യയെ ലഭിച്ചു. അവൾ എപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുമായിരുന്നു. ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും അതിഥികളായി വന്നാൽ പോലും അവരെ അപമാനിച്ച് ഓടിച്ചുവിടുമായിരുന്നു. കൂടാതെ മറ്റു പുരുഷന്മാരുമായി സംസാരിച്ചുകൊണ്ട് മനഃപൂർവ്വം ഈ ബ്രാഹ്മണനെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും നോക്കി നിൽക്കെ മരച്ചുവട്ടിൽ നിന്ന് വസ്ത്രം മാറ്റിയിരുന്നു. എന്നാൽ ആ ബ്രാഹ്മണൻ പലതവണ അവളെ താക്കീത് ചെയ്തിരുന്നു, തന്റെ സ്വഭാവം മാറ്റാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ ബ്രാഹ്മണന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. നിങ്ങളെപ്പോലുള്ള ഭിക്ഷക്കാരനെ വിവാഹം കഴിച്ചത് ഞാൻ ചെയ്ത വലിയ തെറ്റാണ്. നിങ്ങളെപ്പോലുള്ളവരുമായി ജീവിക്കുന്നതിനേക്കാൾ നരകത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് സുഖം എന്ന് പറഞ്ഞ് അദ്ദേഹവുമായി വഴക്കിടുമായിരുന്നു. അതുപോലെ അവളുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് അവൾ വ്യഭിചാരം ചെയ്യാനും തുടങ്ങി. കാമത്താൽ ജ്വലിച്ചുകൊണ്ട് അവൾ ഒരു സുന്ദരനായ വ്യക്തിക്ക് വേണ്ടി കൊതിച്ചു. കാമത്താൽ ജ്വലിച്ചുകൊണ്ട് തന്റെ കാമദാഹം തീർക്കാൻ ആരെയും അയക്കാൻ ലജ്ജയില്ലാതെ ദൈവത്തോട് പോലും അവൾ അപേക്ഷിച്ചു. തന്റെ സൗന്ദര്യത്തിന് ചേർന്ന ഒരു പുരുഷനെയാണ് അവൾ പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള പുരുഷന്മാരെ തേടി അവൾ കാട്ടിലേക്ക് പോയി. അതേ കാട്ടിൽ ഒരു ഭയങ്കരമായ പുലി അലഞ്ഞുതിരിയുന്നുണ്ടായിരുന്നു. ആ പുലിയുടെ നോട്ടം ഈ ബ്രാഹ്മണ സ്ത്രീയുടെ മേൽ പതിഞ്ഞു. ഉടൻ തന്നെ അവളെ തിന്നാൻ പുലി തന്റെ പഞ്ചു വിരിച്ചു. എന്നാൽ ബ്രാഹ്മണ സ്ത്രീ വളരെയധികം ഭയന്ന ആ പുലിയോട് അപേക്ഷിച്ചു. തന്നെ ദയവായി വെറുതെ വിടാൻ അവൾ ആവശ്യപ്പെട്ടു. അതിന് ആ പുലി സമ്മതിച്ചില്ല. ഇന്ന് നീ എനിക്ക് ഭക്ഷണമായി മാറണം എന്ന് ഈ പ്രകൃതി നിന്നെ എന്റെ അടുത്തേക്ക് അയച്ചു എന്ന് ആ സ്ത്രീയോട് പറഞ്ഞ്
ആ പുലി സംസാരിക്കുന്നത് കണ്ട് ആ സ്ത്രീ വളരെയധികം ആശ്ചര്യപ്പെട്ടു. നീ ഒരു സാധാരണ പുലിയല്ല, ആരാണ് നീ? സത്യം പറയൂ എന്ന് ആ പുലിയോട് ചോദിച്ചു. അവളെ കൊന്നു തിന്നുന്നത് നിർത്തി തന്റെ ജീവിതകഥ പറയാൻ തുടങ്ങി ആ പുലി. ഇങ്ങനെയുള്ള പാപികളെ തിന്നുമ്പോഴാണ് എനിക്ക് ഈ ജന്മത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്. ഞാൻ നിനക്ക് എന്റെ കഥ പറയാം, ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് ആ പുലി തന്റെ പൂർവജന്മ കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ തെക്ക് ദിശയിലുള്ള തീരത്ത് ഒരു പുണ്യ നദി ഉണ്ടായിരുന്നു. അവിടെ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. നിരവധി പുണ്യങ്ങൾ ചെയ്ത ആ ബ്രാഹ്മണന്റെ വയറ്റിലാണ് ഞാൻ ജനിച്ചത്. എന്നാൽ എനിക്ക് ബ്രാഹ്മണന്റെ സദ്ഗുണങ്ങൾ ലഭിച്ചില്ല. എനിക്ക് ധനം സമ്പാദിക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ തെറ്റായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ തുടങ്ങി. യാഗങ്ങൾ നടത്തി, പക്ഷേ അതിനും ഞാൻ ധനം ആഗ്രഹിച്ചു. നിരവധി പാപകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാപികൾക്കു വേണ്ടി യാഗങ്ങൾ നടത്തുകയും അവരിൽ നിന്ന് വിലയേറിയ ദാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ സമയം കടന്നുപോയി. ഞാൻ വൃദ്ധനായി മാറി. പക്ഷേ എന്റെ മനസ്സിൽ ധനം സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം മാറിയില്ല. ഒരു ദിവസം നദി തീരത്ത് പോയി ചില പണ്ഡിതന്മാരുമായി ചേർന്ന് ശരിയായ പൂജാവിധിയിൽ അല്ലാതെ തെറ്റായ മന്ത്രങ്ങൾ ചൊല്ലി പൂജകൾ ചെയ്തു. പക്ഷേ അതേ സമയം ഒരു തെരുവ് നായ എന്റെ അടുത്തേക്ക് വന്നു. അതിനെ ഞാൻ ഓടിച്ചുവിട്ടു. പക്ഷേ അത് എന്റെ കാലിൽ കടിച്ചു. നായയുടെ കടി കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്കകം മരിച്ചു. ഞാൻ മരിച്ചതിനു ശേഷം യമദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. ഇത്തരം പാപങ്ങൾ ചെയ്തതുകൊണ്ട് എനിക്ക് യമലോകത്ത് നിരവധി ശിക്ഷകൾ ലഭിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളോളം ശിക്ഷകൾ അനുഭവിച്ചതിനു ശേഷം എനിക്ക് വീണ്ടും ഇങ്ങനെ പുലിയുടെ രൂപത്തിൽ ജന്മം ലഭിച്ചു. എന്റെ പൂർവജന്മത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പുണ്യാത്മാക്കളെ കൊന്നുതിന്നില്ല എന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു. പക്ഷേ നിങ്ങളെപ്പോലുള്ള പാപികളെ കൊന്നുതിന്നാൽ തീർച്ചയായും എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകും. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ആ പുലിയ സ്ത്രീയെ കൊന്നുതിന്നു. അതിനുശേഷം അവളെ യമദൂതന്മാർ കൊണ്ടുപോയി നരകത്തിലേക്ക്. പോയതിനു ശേഷം അവളെ യമന്റെ മുന്നിൽ നിർത്തി. അവളുടെ പാപകർമ്മങ്ങൾ കണ്ട് ചിത്രഗുപ്തൻ പോലും അത്ഭുതപ്പെട്ടു. അവൾ വ്യഭിചാരം ചെയ്തതുകൂടാതെ ഭർത്താവിനെയും അമ്മായിയപ്പനെയും അമ്മായിയമ്മയെയും പലവിധത്തിൽ ഉപദ്രവിച്ച് നിരവധി പാപങ്ങൾ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായ ശിക്ഷകൾ വിധിച്ചു. നിരവധി വർഷങ്ങളോളം അഗ്നികുണ്ഡത്തിൽ അവളെ ചുട്ടരിച്ചു. അതിനുശേഷം അവൾ ഒരു ചണ്ടാളന്റെ വീട്ടിൽ ജനിച്ചു. ഏതുതരം ദാനധർമ്മങ്ങളാണ് ഹിന്ദു പാരമ്പര്യങ്ങൾ അറിയാത്ത ഒരു വീട്ടിൽ ജനിച്ചതുകൊണ്ട് അവൾ 20 വർഷം വരെയും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ജീവിച്ചത്. അതിനുശേഷം അവൾ ഒരു നദിയുടെ തീരത്തേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് സ്ത്രീകൾ തുളസി ചെടിയുടെ മുന്നിൽ വിളക്ക് കത്തിക്കുന്നത് കണ്ടു. സ്ത്രീകളെല്ലാം തുളസി ചെടിക്ക് എന്തിനാണ് പൂജകൾ ചെയ്യുന്നത് എന്ന് അവൾ അത്ഭുതപ്പെട്ട് അവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തുളസിയെ പൂജിക്കുന്നത് വഴി എല്ലാ പാപങ്ങളും ഒഴിഞ്ഞുപോകും എന്ന് അറിഞ്ഞതിനു ശേഷം അവളും തുളസിയുടെ മുന്നിൽ വിളക്ക് വെക്കാൻ തുടങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി അവൾക്ക് അസുഖം വന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ മരിച്ചതിനു ശേഷം അവളുടെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ യമദൂതന്മാർ വന്നു. അവളെ അവർ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈകുണ്ഠ ദ്വാരപാലകർ യമദൂതന്മാരെ തടഞ്ഞു. ഞങ്ങളെ എന്തിനാണ് തടയുന്നത് എന്ന് യമദൂതന്മാർ വൈകുണ്ഠ ദ്വാരപാലകരോട് ചോദിച്ചപ്പോൾ അതിന് ദ്വാരപാലകർ ഈ സ്ത്രീ ഒരുപാട് വർഷങ്ങളായി തുളസി ചെടിയുടെ അടുത്ത് വിളക്ക് കത്തിച്ചു പൂജകൾ ചെയ്തു. അതുകൊണ്ട് അവൾ ചെയ്ത എല്ലാ പാപങ്ങളും ജന്മജന്മങ്ങളിലെ പാപങ്ങളും പോലും ഒഴിഞ്ഞുപോയി എന്ന് ദ്വാരപാലകർ പറഞ്ഞു. തുളസി ചെടിയെ ആരാധിച്ചാൽ ഇങ്ങനെയൊരു ഫലം ഉണ്ടാകുമെന്ന് അറിയാത്ത യമദൂതന്മാർ ആശ്ചര്യത്തോടെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ വൈകുണ്ഠത്തിലെ ദ്വാരപാലകർ തുളസിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. തുളസി ശ്രീമുഖി ശിവേ പാപഹരിണി പുണ്യതേ നമസ്തേ നാരദനുദേ നമോ നാരായണ പ്രിയേ എന്ന് ജപിച്ചുകൊണ്ട് തുളസിക്കോടയുടെ മുന്നിൽ ദിവസവും ആരെല്ലാം ദീപം തെളിയിക്കുന്നുവോ അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നും അവരുടെ പാപങ്ങളെല്ലാം നീങ്ങിപ്പോകുമെന്നും അതുകൂടാതെ തുളസി ചെടിയെ ആരാധിക്കുമ്പോൾ വിഷ്ണുവിനെയും സ്മരിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും തുളസി മാതാവിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി വിഷ്ണുവിനെ സ്മരിച്ചാൽ വലിയ പുണ്യം ലഭിക്കും. എല്ലാ ജന്മങ്ങളിലെയും പാപങ്ങളും ഒഴിഞ്ഞു പോകും. വ്യഭിചാരം ചെയ്തും ഭർത്താവിനെ ദ്രോഹിച്ച ഈ സ്ത്രീ എങ്ങനെയാണോ തന്റെ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതുപോലെ തുളസി മാതാവിനെ പൂജിച്ച് ബഹുമാനിച്ചാൽ വലിയ ശുഭം ഉണ്ടാകുന്നത് കൂടാതെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. തുളസി മാതാവിന്റെ മുന്നിൽ
നെയ്യ് കൊണ്ടുള്ള വിളക്കോ എള്ളെണ്ണ കൊണ്ടോ വിളക്ക് കൊളുത്തണം. പ്രധാനമായും പശുവിൻ നെയ്യ് കൊണ്ട് വിളക്ക് കൊളുത്തുന്നത് വഴി ഏറ്റവും ശുഭകരമായ ഫലം ലഭിക്കും. ഒരുപക്ഷെ പശുവിൻ നെയ്യ് വാങ്ങാൻ കഴിവില്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് എള്ളെണ്ണ കൊണ്ട് വിളക്ക് കൊളുത്തുന്നത് വഴി പാപകർമ്മങ്ങളോടൊപ്പം ശനിദോഷവും നീങ്ങും. നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കാനും എള്ളെണ്ണ വിളക്ക് ഉപകരിക്കും. 7 ജന്മങ്ങളിലെ പുണ്യം ലഭിക്കണമെങ്കിൽ തുളസി മാതാവിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തണം. അങ്ങനെ കൊളുത്തുന്നത് വഴി ദാരിദ്ര്യം അടുത്ത് പോലും വരില്ല. വീട്ടിൽ എപ്പോഴും സുഖസന്തോഷങ്ങൾ ഉണ്ടാകും. തുളസിയുടെ അടുത്ത് വിളക്ക് കൊളുത്തുന്നത് വഴി പിതൃ ദോഷം, കാലസർപ്പ ദോഷം പോലുള്ള ദോഷങ്ങളും നശിക്കും. നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത് വഴി നമ്മുടെ പാപങ്ങൾ പ്രായശ്ചിത്തമാകും. പ്രധാനമായും ജീവിതത്തിന്റെ അവസാന നാളുകളിലുള്ള വ്യക്തി തുളസി ചെടിയുടെ മുന്നിൽ വിളക്ക് കൊളുത്തി ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിച്ചാൽ അവർക്ക് മോക്ഷം ലഭിക്കും. ലക്ഷ്മി ദേവി അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാലും തുളസി ചെടിയുടെ അടുത്ത് വിളക്ക് കൊളുത്താതെ പറ്റില്ലെന്ന് വൈകുണ്ഠ ദ്വാരപാലകർ യമദൂതന്മാരോട് പറഞ്ഞ ആ സ്ത്രീയെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് ശ്രീകൃഷ്ണൻ സത്യഭാമയോട് തുളസിയുടെ മഹത്വം വിവരിച്ചു. അതുകൊണ്ട് നിങ്ങളും നിത്യവും തുളസി പൂജ ചെയ്ത് ശുഭങ്ങൾ നേടുക. അതുപോലെ ഈ ഏകാദശി ദിവസം നല്ല മനുഷ്യർക്ക് ദോഷം ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഈ കഥ കേട്ടാൽ തൊട്ടതെല്ലാം പൊന്നാകും. രംഗാപുരത്ത് ഗോപാലയ്യ എന്നൊരു കഠിനാധ്വാനി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൊണ്ട് ഗോപാലയ്യ സമ്പാദിച്ചതെല്ലാം ഒരേയൊരു പശുവും ഒരു ചെറിയ പാടവും ആ ഒരു പശുവിന്റെ പാലും തൈരും വിറ്റ് ഉള്ളതുകൊണ്ട് മിതമായി ജീവിച്ചിരുന്നവരായിരുന്നു അവർ. താൻ മരിച്ചാൽ തന്റെ രാജയെ എങ്ങനെ ജീവിക്കുമെന്ന് ഗോപാലയ്യയ്ക്ക് വിഷമമുണ്ടായിരുന്നു. ആ വിഷമത്തിന് കാരണങ്ങളില്ലാതിരുന്നില്ല. ഗോപാലയ്യയുടെ മകൻ രാജയ്യ വളരെ നിഷ്കളങ്കനായിരുന്നു. അവന്റെ നിഷ്കളങ്കത കാരണം ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമായിരുന്നു. തന്ത്രപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ തെറ്റിപ്പോകുമായിരുന്നു. കുടുംബം മുഴുവൻ പരിഹാസത്തിന് ഇരയാകേണ്ടി വരുമായിരുന്നു. രാജയ്യയ്ക്ക് ഒരു നല്ല ബുദ്ധിമതിയായ പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയാൽ മതി, അവർ സുഖമായി ജീവിക്കുമെന്ന് ചിന്തിച്ച് ഗോപാലയ്യയ്ക്ക് തന്റെ ബാല്യകാല സുഹൃത്ത് ശങ്കരയ്യയെ ഓർമ്മ വന്നു. ശങ്കരയ്യയുടേത് തങ്ങളെപ്പോലെയുള്ള കുടുംബമായിരുന്നു. അവനോട് ചോദിച്ചാൽ അയൽഗ്രാമത്തിൽ എന്തെങ്കിലും ബന്ധങ്ങൾ നോക്കി തരുമെന്ന് പ്രതീക്ഷയിൽ ഗോപാലയ്യ ഒരു ദിവസം ജോലിക്ക് പോയി ശങ്കരയ്യയെ കണ്ടു. അപ്പോൾ ശങ്കരയ്യ പറഞ്ഞു, വാടാ ഗോപാലം വാ, എത്ര കാലത്തിന് ശേഷമാണ് നിനക്കെന്നെ ഓർമ്മ വന്നത്. നിങ്ങളുടെ മകന് 5 വയസ്സുള്ളപ്പോൾ നമ്മൾ കണ്ടതാണ്. എങ്ങനെയുണ്ട് നിനക്ക്? വദിനമ്മക്ക് എങ്ങനെയുണ്ട് എന്ന് സ്നേഹത്തോടെ വിളിച്ചു. വിശേഷങ്ങളും മറ്റും കഴിഞ്ഞപ്പോൾ ശങ്കരയ്യയുടെ മകൻ വിവാഹപ്രായത്തിലെത്തിയിരുന്നു. ആരെങ്കിലും ഒരു നല്ല കുട്ടിയെ കൊണ്ടുവന്ന് അവനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ബന്ധങ്ങൾ അറിയാമെങ്കിൽ നോക്കൂ. എന്റെ മകൻ കഠിനാധ്വാനം ചെയ്യുന്നവനാണ്, പക്ഷേ വളരെ നിഷ്കളങ്കനാണ്. ഞങ്ങൾക്ക് ഒരു പശുവും ചെറിയൊരു കൃഷിഭൂമിയും ഉണ്ട്. എങ്ങനെയെങ്കിലും അവനൊരു നല്ല ബുദ്ധിമതിയായ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചാൽ എന്റെ ഉത്തരവാദിത്തം തീരും. എന്റെ മകന്റെ ജീവിതം ഒരു വഴിക്ക് ആകും എന്ന് ഗോപാലയ്യ പറഞ്ഞു. ശങ്കരയ്യ സന്തോഷത്തോടെ പറഞ്ഞു, ഗോപാലയ്യ, നിങ്ങളുടെ മകൻ ലക്ഷണമുള്ളവനും നല്ലവനുമാണ്. നിങ്ങളുടെ വാക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാ സ്വത്തുക്കളും ഒരു വശത്ത് കഠിനാധ്വാനം ചെയ്യുന്ന സ്വഭാവം മറ്റൊരു വശത്ത് ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മതി, സ്വത്തുക്കളെല്ലാം സമ്പാദിക്കാം. നിങ്ങളുടെ കുടുംബത്തിന് നന്നായി ചേരും എന്റെ മകൾ കാത്യായനി. അവളെ നിങ്ങളുടെ മകൻ നൽകിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു എന്ന് മനസ്സിലെ കാര്യം ശങ്കരയ്യ പറഞ്ഞു. അതിനേക്കാൾ നല്ലത് ആദ്യം നിങ്ങളുടെ മകളുമായി ഞാൻ 2 വാക്കുകൾ സംസാരിക്കട്ടെ എന്ന് ഗോപാലയ്യ പറഞ്ഞു. നടക്കേണ്ട കാര്യം ഗന്ധർവന്മാർ നടത്തുക എന്ന് പറയുന്നത് ഇതായിരിക്കാം എന്ന് പറഞ്ഞ് തന്റെ മകൾ കാത്യായനിയെ വിളിച്ചു. ശങ്കരയ്യ, കാത്യായനി ലക്ഷ്മീദേവിയെപ്പോലെ ലക്ഷണമുള്ള ഗുണങ്ങളുള്ള പെൺകുട്ടിയാണ്. വളരെ ബുദ്ധിമതിയാണ് കാത്യായനി. എന്റെ കുട്ടിക്കാലം സ്നേഹിതൻ ഗോപാല മാമൻ വന്നു. കുറച്ച് നല്ല വെള്ളം കൊണ്ടുവരൂ മോളെ എന്ന് പറഞ്ഞു. വൃത്തിയായി കഴുകിയ ഗ്ലാസ്സിൽ നല്ല വെള്ളം കൊണ്ടുവന്നു കാത്യായനി. ഗോപാലയ്യ അവളെ സ്നേഹത്തോടെ വിളിച്ചു, ഞാൻ നിന്നോട് 2 ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയുമോ മോളെ എന്ന് ചോദിച്ചു. ഗോപാലയ്യ ചോദിക്കൂ മാമ എന്ന് പറഞ്ഞു കാത്യായനി. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിഥി വന്നുവെന്ന് കരുതുക അമ്മേ. നന്നായി വിശന്നിരിക്കുമ്പോൾ കൃത്യം ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കറികളില്ലെങ്കിൽ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അയാൾക്ക് രുചിക്കുമോ എന്ന് ചോദിച്ചു ഗോപാലയ്യ. വിശപ്പ് രുചി അറിയുകയില്ല എന്ന് പറയാറില്ലേ മാമ? വീട്ടിലുള്ള അച്ചാറും തൈരും പോലും അങ്ങനെ വിശന്നിരിക്കുന്നവന് പഞ്ചഭക്ഷ്യ പരമാന്നങ്ങളെപ്പോലെ തോന്നും. പച്ചക്കറികൾ മാത്രം വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല.
കാത്യായനി അങ്ങനെ പറഞ്ഞപ്പോൾ ആ മറുപടിക്ക് ഗോപാലയ്യ തൃപ്തനായി മറ്റൊരു ചോദ്യം ചോദിച്ചു. ഒരുപക്ഷെ ഏതെങ്കിലും ബുദ്ധിമതിയായ പെൺകുട്ടിക്ക് അമേഘനായ ഭർത്താവിനെ കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ആ പെൺകുട്ടി എന്തു ചെയ്യണം? അമേഘനാണെങ്കിൽ എന്തു നഷ്ടം? നല്ലവനും കഷ്ടപ്പെടുന്ന സ്വഭാവമുള്ളവനുമാണെങ്കിൽ മതി, എല്ലാം ശരിയാകും എന്ന് കാത്യായനി പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടതിനുശേഷം ഗോപാലയ്യയുടെ മനസ്സ് ശാന്തമായി. അതിനുശേഷം ഇരു കുടുംബക്കാരും സംസാരിച്ച് കാത്യായനിയുടെയും രാജയ്യയുടെയും വിവാഹം നടത്തി. കാത്യായനി വന്നപ്പോൾ ആ വീട്ടിലേക്ക് ലക്ഷ്മി കടന്നുവന്നു. അതുമാത്രമല്ല, കാത്യായനി എപ്പോഴും ലക്ഷ്മിദേവിയെ പൂജിക്കുമായിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുമായിരുന്നു. വീട് വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. ഗോപാലയ്യയ്ക്ക് ഗ്രാമത്തിന് പുറത്ത് 1 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ നന്നായി ഉഴണം. അതിന് ജലസേചന സൗകര്യവുമില്ല, ഉഴാൻ പണം വേണം. അതിനുശേഷം വയലിൽ ജോലി ചെയ്ത് തൊഴിലാളികൾക്ക് പണം നൽകണം. എല്ലാം ചെയ്താൽ എത്ര തിരികെ ലഭിക്കുമെന്ന് അറിയില്ല. മഴ പെയ്യുമോ ഇല്ലയോ ഗോപാലയ്യയുടെ അടുത്ത് നിക്ഷേപിക്കാൻ അത്രയും പണവും ഇല്ല. കാത്യായനി ഒരു ആലോചന ചെയ്തു. ഒരു ദിവസം രാജയ്യയും കൂട്ടി വയലിലേക്ക് പോയി. പറഞ്ഞതുപോലെ ചെയ്യാൻ രാജയ്യയോട് പറഞ്ഞു. രണ്ടുപേരും ഓരോ തൂമ്പയെടുത്ത് വയലിൽ അവിടെവിടെ കുഴിക്കാൻ തുടങ്ങി. അടുത്ത വയൽ ഗുരവയ്യ എന്ന ഭൂവുടമയുടേതായിരുന്നു. അവർ ചെയ്യുന്ന പണി കണ്ട് അയാൾ വേഗത്തിൽ അവരുടെ അടുത്തെത്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഒന്നും ചെയ്യുന്നില്ല, അമ്മാവന്റെ അച്ഛൻ പണ്ടെപ്പോഴോ ഈ വയലിൽ 2 ചെറിയ പാത്രങ്ങളിൽ നിറയെ സ്വർണം ഒളിപ്പിച്ചുവത്രേ. അതിനുവേണ്ടി കുളിക്കുകയാണ്. ഒരുപക്ഷെ അവ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ ദാരിദ്ര്യം മാറിക്കിട്ടും എന്ന് കാത്യായനി പറഞ്ഞു. വൈകുന്നേരം വരെ അങ്ങനെ കുഴിച്ച് രാജയും കാത്യായനിയും സമാധാനത്തോടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ആ രാത്രി ഗുരുവയ്യയ്ക്ക് ഉറക്കം വന്നില്ല. വെറുതെ കിട്ടിയാൽ മതി എന്തും എടുക്കുന്ന സ്വഭാവക്കാരനാണ് അയാൾ. അതുകൊണ്ട് അയാളും അയാളുടെ മകനും രാജയ്യയുടെ വയലിൽ വന്ന് രാത്രി വയലെല്ലാം കുഴിച്ചിട്ടു. എത്ര കുഴിച്ചിട്ടും അവർക്ക് ഒരു സ്വർണപാത്രവും കിട്ടിയില്ല. 2-ാം ദിവസം രാവിലെ കാത്യായനിയും രാജയും പോയപ്പോഴേക്കും വയലെല്ലാം നന്നായി ഉഴുതുമറിച്ച് വെച്ചിരുന്നു. അത് ഗുരുവയ്യയുടെ പണിയാണെന്നും കാത്യായനി മനസ്സിലാക്കി. അവൾ രാജയെ അവർ രണ്ടുപേരും ആ ദിവസം മുഴുവൻ വയലിൽ ചോളം വിതറി. അടുത്ത ദിവസം കാത്യായനി തന്റെ വീട്ടിൽ തോരണങ്ങൾ കെട്ടി ലക്ഷ്മി പൂജ ചെയ്യാൻ തുടങ്ങി. നാട്ടിലെ കാര്യങ്ങൾ അടങ്ങിയിരിക്കില്ലല്ലോ. വിവരം പെട്ടെന്ന് ഗുരവയ്യയുടെ അടുക്കലും എത്തി. ഓഹോ, അപ്പോൾ അവർക്ക് സ്വർണ്ണ പാത്രങ്ങൾ കിട്ടിക്കാണും എന്ന് കരുതി അസൂയോടെ ഗുരവയ്യ ആളിക്കെത്തി. ഇനി ഗുരവയ്യ ആ സ്വർണ്ണ പാത്രങ്ങൾ മോഷ്ടിക്കാൻ പദ്ധതിയിട്ടു. ഇന്ന് രാത്രി എന്റെ വീട്ടിൽ കള്ളന്മാർ വരാൻ പോകുന്നു എന്ന് ചിരിച്ചുകൊണ്ട് കാത്യായനി രാജയെ അടുത്ത് വിളിച്ച് ഇന്ന് രാത്രി നീ എന്നോട് ഈ ചോദ്യങ്ങൾ ഉറക്കെ ചോദിക്കണം, അടുത്ത് വീട്ടുകാർക്കും കേൾക്കാൻ കഴിയുന്ന രീതിയിൽ എന്ന് അവൾ പറഞ്ഞു. കാത്യായനിയുടെ ബുദ്ധിശക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന രാജയെ സമ്മതിച്ചു. വിചാരിച്ചതുപോലെ ആ രാത്രി അവരുടെ വീട്ടിൽ മോഷണത്തിനായി ഗുരവയ്യ എത്തി. അർദ്ധരാത്രി ആയപ്പോൾ ജനലിന്റെ കർട്ടനുകൾ മാറ്റി കള്ളൻ അകത്തേക്ക് നോക്കാൻ തുടങ്ങി. അവനെ കാത്തിരുന്ന കാത്യായനി ഭർത്താവിനെ കൈമുട്ടുകൊണ്ട് തട്ടി, എല്ലാവരും ഉറങ്ങി, ഇപ്പോൾ നീ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ആ സ്വർണ്ണ പാത്രങ്ങളുടെ കാര്യം എന്താണ് എന്ന് രാജയ്യ ഉറക്കെ ചോദിച്ചു. ജനലിന് അപ്പുറത്ത് നിന്ന് ഗുരവയ്യ ചെവി കൂർപ്പിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട കാത്യായനി, അയ്യോ, സുഖമായി ഉറങ്ങൂ, നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ആരെങ്കിലും കള്ളന്മാർ വന്നാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് സ്വർണ്ണ പാത്രങ്ങൾ നമ്മുടെ വീടിന് മുന്നിലുള്ള ആ വലിയ മരത്തിന്റെ കൊമ്പുകളിൽ ഒളിപ്പിച്ചു എന്ന് മറുപടി നൽകി. അത് കേട്ട ഗുരവയ്യെ ഇനി താമസിച്ചില്ല. പെട്ടെന്ന് പോയി ആ മരത്തിൽ കേറി. മങ്ങിയ വെളിച്ചത്തിൽ കൊമ്പുകൾക്കിടയിൽ ശരിക്കും എന്തൊക്കെയോ പാത്രങ്ങൾ പോലെ കണ്ടു. അവൻ വിടർന്ന മുഖത്തോടെ ഗുരവയ്യ പെട്ടെന്ന് അവയെ എടുക്കാൻ പോയി. പക്ഷേ അവ പാത്രങ്ങളായിരുന്നില്ല, തേനീച്ചക്കൂടുകളായിരുന്നു. തൽക്ഷണം മൂളിപ്പറന്നുയർന്ന് തേനീച്ചകൾ ഗുരവയ്യെ വളഞ്ഞ് ശരീരം മുഴുവൻ കുത്തി ഉപേക്ഷിച്ചു. ഗുരവയ്യെ ആർത്തനാദങ്ങൾ മുഴക്കി മരത്തിൽ നിന്ന് താഴെ വീണു. അവന്റെ നിലവിളി കേട്ട് രാജയും കാത്യായനിയും തിടുക്കത്തിൽ വീടിന് പുറത്തേക്ക് വന്ന് മരത്തിനടിയിൽ വീണ തേങ്കൂട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതുപോലെ ഗുരവയ്യെയും മര്യാദയോടെ എഴുന്നേൽപ്പിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി നല്ല പച്ചമരുന്ന് കൊണ്ടുവന്ന് പുരട്ടി നല്ല വെള്ളം കുടിപ്പിച്ച് നേരം വെളുത്തപ്പോൾ മര്യാദയോടെ യാത്രയാക്കി. ആ സംഭവത്തോടെ ഗുരവയ്യക്ക് ജ്ഞാനോദയമുണ്ടായി. നല്ല മനുഷ്യരോട് അനീതി കാണിക്കാൻ ശ്രമിച്ചാൽ തനിക്ക് തന്നെ തക്ക ശിക്ഷ ലഭിക്കുമെന്ന് മനസ്സിലായി. ഇവരുമായി ഏറ്റുമുട്ടിയാൽ ആദ്യമേ വഞ്ചന സംഭവിക്കുമെന്ന് മനസ്സിലാക്കി
പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടാതെ ഒഴിഞ്ഞുമാറി. അതിനിടെ മഴക്കാലം എത്തിച്ചേർന്നു. നന്നായി കിളച്ചു വിത്തുകൾ വിതച്ചതുകൊണ്ട് രാജയ്യയുടെ പാടത്തേക്ക് വെള്ളം ഇറങ്ങി. ആ വർഷം വളരെ നന്നായി വിളവ് ലഭിച്ചു. കാത്യായനിയുടെ ബുദ്ധിയിൽ രാജയ്യയും ഗോപാലയും ഇരുവരും വളരെ സന്തോഷിച്ചു. കാത്യായനിയുടെ സഹവാസത്തിൽ രാജയ്യയും അമായകത്വം ഉപേക്ഷിച്ച് ബുദ്ധിമാനായി. കഷ്ടപ്പാടിനൊപ്പം ബുദ്ധിശക്തിയും ചേർന്നപ്പോൾ അതിനുശേഷം അവർ ഇരുവരും തൊട്ടതെല്ലാം പൊന്നായി മാറി. കുറച്ചുകാലം കൊണ്ട് അവർ ധനികരായി മാറി. അതുകൊണ്ട് ആ ലക്ഷ്മീദേവിയെ വിശ്വസിച്ച് ബുദ്ധിശക്തിയോടെ പെരുമാറിയാൽ എത്ര ദരിദ്രനായാലും ധനികനായി മാറാം എന്ന നീതി ഈ കഥയിലൂടെ ഗ്രഹിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് ഈ കഥ കേട്ടാൽ മതി. ഈ വീഡിയോ കണ്ടാൽ മതി. നിങ്ങളുടെ ദശ മാറും. വേണ്ടെന്ന് വെച്ച് ധനം വന്നു ചേരും. പാപങ്ങളെല്ലാം ഇല്ലാതാകും. മഹാപുണ്യം ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ ശുഭങ്ങളും സംഭവിക്കും.